അധ്യക്ഷ പ്രസംഗത്തിനായി CG3യുടെ മാർഗദർശിയും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഡോക്ടർ KP കൈലാസ്നാഥ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു പാർവതി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ കീർത്തിമുദ്ര പതിപ്പിച്ച വളരെ ഔന്നത്യമായ പാരമ്പര്യമുള്ള സെയിൻറ്റ് ബെഹനാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അങ്കണത്തിൽ ഇന്ന് CG3 ലീഗൽ അവയർനെസ് ആൻഡ് മോട്ടിവേഷൻ പ്രോഗ്രാമിൻ്റെ 15ാമത് സെഷൻ സംഘടിപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി സഹകരിച്ച സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് മണ്ണമ്മൂട് സർ, മറ്റ് അധ്യാപകർ, മാനേജ്മെൻറ്റ്, കുട്ടികൾ എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. എത്രയും ആരാധ്യനായ ജസ്റ്റിസ് ഭവദാസൻ സർ, പ്രിൻസിപ്പൽ സർ, അഡ്വക്കേറ്റ് നാഗരാജ് നാരായൺ, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ സുമനസ്സുകളെ, ഇന്ന് വിജയദശമി ദിവസമാണ്, വിദ്യാരംഭത്തിൻ്റെ ദിവസമാണ്. നിയമവിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ പഠിക്കുന്നതിന് സന്നിഹിതരായിട്ടുള്ള ഈ സ്കൂളിലെ എല്ലാ മിടുക്കന്മാരും മിടുക്കികളുമായ വിദ്യാർത്ഥികളെ ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്ക് ഒരു പെരുമാറ്റച്ചട്ടം സമൂഹം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നിയമം എന്ന് പറയുന്നത്. അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാൻ നിങ്ങൾക്ക് സരളമായി ഹൃദ്യമായി പറഞ്ഞു തരുന്നതിന് വേണ്ടി രണ്ട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഇവിടുന്ന് സന്നിഹിതരായിട്ടുണ്ട്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം CG3യെ കുറിച്ചുള്ള കാര്യങ്ങൾ മിസ് പാർവതി സൂചിപ്പിച്ചു. എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല, കാരണം വളരെ ഗഹനമായ രീതിയിൽ ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് സന്നിഹിതരായിട്ടുള്ള, എത്രയും പണ്ഡിതോചിതമായി സംസാരിക്കാൻ കഴിവുള്ള, ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ജസ്റ്റിസ് ഭവദാസൻ സാർ, സാറിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും കാതോർത്തിരിക്കുകയാണ്. അതിനുശേഷം അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ്റെ മോട്ടിവേഷൻ സ്പീച്ചുണ്ട്. ഞാൻ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കൂടുതൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് പറയുന്നത് പോലെ ഉപക്രമത്തിന് പറയാനുള്ളതും കൂടെ ഉപസംഹാരത്തിൽ പറഞ്ഞുകൊള്ളാം എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ള വാക്കുകളും മറ്റു കാര്യങ്ങൾ ഈ യോഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. CG3യുടെ അമരക്കാരനായി പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളെ പോലെയുള്ള ഓരോ തലമുറയ്ക്കും താങ്കൾ നൽകുന്ന പ്രചോദനം വളരെ വലുതാണ് സർ. താങ്കളുടെ വാക്കുകൾക്ക് നിസ്സീമമായ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്തതായി 2009 മുതൽ കേരള ഹൈക്കോടതിയിൽ സേവനം ആരംഭിച്ച് സുപ്രധാന വിധികളായ മരട് ഫ്രാറ്റ് കേസ്, ഇറ്റാലിയൻ നാവികരുടെ കേസ് എന്നിവയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹത് വ്യക്തിയായ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഭവദാസൻ സാറിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏവർക്കും സന്തോഷം നൽകുന്നതാണ്. സർ, താങ്കളെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാറ് സംസാരിക്കുന്നതിന് മുമ്പ് CG3 ആന്തം കഴിഞ്ഞിട്ട് സാർ സംസാരിക്കും. ടെക്നിക്കൽ ടീം CG3 ആന്തം. നീതിയും നിയമവും ജനപക്ഷത്തൊരുക്കുവാൻ CG3. നീതിയും നിയമവും ജനപക്ഷത്തൊരുക്കുവാൻ CG3. നിശബ്ദ ഖണ്ഡങ്ങളിൽ ശബ്ദമായി
നീതി ന്യായത്തിൻ ബോധമുണർത്താൻ CG3 CG3. ആശയപ്രകാശനത്തിൽ പരിഹരിച്ചിടാം 100,000 ആളിൽ നീറും ദുരിതങ്ങൾ. നൂതന ആശയപ്രകാശനത്തിൽ പരിഹരിച്ചിടാം 100,000 ആളിൽ നീറും ദുരിതങ്ങൾ. മനുഷ്യത്വ നിറച്ചു നാം മുന്നോട്ടായ നമുക്കീ കൂട്ടായ്മയിൽ സത്യശീലവും ധർമ്മബോധവും കരുത്താകുമീ CG3. നീതിയും നിയമവും ജനപക്ഷത്തൊരുക്കുവാൻ CG3. നിശബ്ദ കണ്ഠങ്ങളിൽ ശബ്ദമായി നീതി ന്യായത്തിൻ ബോധമുണർത്താൻ CG3 CG3. Over to you, Bhavdasan sir. We welcome you over to the screen, sir. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വിഷയം ലോ ആസ് എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്നുള്ളതാണ്. അതായത് നിയമം ഒരു സുഹൃത്ത്, തത്വജ്ഞാനി, വഴികാട്ടി എന്നിവയാണെന്നുള്ളതാണ് ഇന്നത്തെ മുഖ്യ പ്രഭാഷണ സബ്ജക്റ്റ്. നമ്മൾ ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയാൻ ശ്രമിക്കും, ഇല്ലേ? നമുക്ക് സ്വീകാര്യമെന്ന് തോന്നണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു പ്രാഥമിക ജ്ഞാനം വേണം. അത് നമുക്ക് സ്വീകാര്യമാണെന്ന് തോന്നണം. അതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനമെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മൾക്ക് അതിൽ എന്തെല്ലാം പങ്കുണ്ട് എന്നറിയാൻ നമ്മൾ ശ്രമിക്കും. ഇതൊക്കെയാണ് നിയമത്തിലും നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ആദ്യം നമ്മൾ ശ്രമിക്കേണ്ടത് നിയമത്തിന്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കാനാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു നിയമം നമ്മുടെ ജീവിതത്തെയും സാമൂഹ്യ വ്യവസ്ഥിതിയെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷം നമുക്ക് നിയമനിർമ്മാണത്തിൽ എന്ത് പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമം എന്നാൽ എന്താണ് എന്നുള്ളതാണ്. നിയമത്തിന് അനേകം വ്യാഖ്യാനങ്ങളുണ്ട്. ചിലതൊന്നും എനിക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത്ര സമഗ്രമായ ഒരു വിഷയമാണ് നിയമം എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. നിയമം വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ഉപാധികൾ എന്ന് നമുക്ക് നിയമത്തെ വ്യാഖ്യാനിക്കാം. Or in other words, a set of rules and regulations for the orderly existence of the society. ഇത് വളരെ ഏറ്റവും ലളിതമായി മനസ്സിലാവുന്ന ഡെഫിനിഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മുഴുവൻ നിയമത്തെ വ്യാഖ്യാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ഇത് മാത്രം മതി. പിന്നെ അടുത്ത് നമ്മൾ ആലോചിക്കുന്നത് എന്തിനാണ് നിയമം, എന്തിനാണ് നമുക്ക് നിയമത്തിന്റെ ആവശ്യം എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പാർട്ടിസിപ്പേഷൻ തോന്നുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്താണ് നിയമത്തിന്റെ ആവശ്യം എന്ന് പറയാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ തരക്കേടില്ല. ആരെങ്കിലും വോളണ്ടറി ചെയ്യുന്നുണ്ടോ നിയമത്തിന്റെ ആവശ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച്?
നിങ്ങളുടെ കാഴ്ചപ്പാട് ഏതെങ്കിലും സ്റ്റുഡൻറ്റിന് പറയാൻ സാധിക്കുമോ? മടിയായിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തുറന്ന് പറയാം. തെറ്റുണ്ടെങ്കിൽ തെറ്റിക്കോട്ടെ, അത് സാരമില്ല. തെറ്റിലൂടെയാണ് നമ്മൾ ശരിയിലെത്തുന്നത്. സുരക്ഷ, ഗുഡ്. പിന്നെ വേറെ ആരും ഇല്ലേ? നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് പറഞ്ഞോളൂ. തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, സാരമില്ല. വേറെ ആരും ഇല്ല. ആദ്യമായി നമ്മൾ കാണേണ്ടത് സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാണ് നിയമം. പിന്നെ രണ്ടാമത് പറഞ്ഞതുപോലെ സുരക്ഷ. പിന്നെ മൂന്നാമത് വ്യക്തികളുടെ അവകാശങ്ങൾ നിർവചിക്കുകയും അവ നടപ്പിലാക്കാനുള്ള വഴിയും കാട്ടിത്തരിക. പിന്നെ കുറ്റകൃത്യങ്ങൾ തടയുക. നിയമത്തിലൂടെ അനാചാരങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് നന്മ പുനഃസ്ഥാപിക്കുക. സമൂഹത്തിന്റെ പുരോഗതിക്ക് ഉറപ്പുവരുത്തുക. അതിലൂടെ രാഷ്ട്രത്തിന്റെ പുരോഗതിയും ഉറപ്പാക്കുക. നിയമത്തെക്കുറിച്ച് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയർ എന്നാണ്. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു നിയമവും ശാശ്വതമല്ല. സൊസൈറ്റിയുടെ ആവശ്യമനുസരിച്ചും വ്യക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും നിയമം മാറിക്കൊണ്ടേയിരിക്കണം. ഇന്നത്തെ നല്ല നിയമം നാളെ ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മാറ്റം അനിവാര്യമാണ്. അത് നിയമത്തിനും ബാധകമാണ്. ഇത്രയും മനസ്സിലാക്കിയ ശേഷം നമുക്ക് നിയമം എന്നും നിലവിൽ വന്നു എന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാം. അതായത് ഹിസ്റ്ററി ഓഫ് ലോ. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഗ്രന്ഥകാരന്മാർ പറയുന്നത് ഋഗ്വേദത്തിൽ തന്നെ രാജാവിൻ്റെ കടമകളും പ്രജകളുടെ കടമകളും പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഭാരതത്തിൽ ഋഗ്വേദത്തിൽ അത്രയും പഴക്കമുണ്ട് നിയമത്തിന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രകാരന്മാർ ഈജിപ്ഷ്യൻ എംപയർ, റോമൻ എംപയർ എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന നീതി വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. ഭാരതത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്കറിയാവുന്ന 2 ഗ്രന്ഥങ്ങളാണുള്ളത്. ഓഡിയന്റെ അർത്ഥശാസ്ത്രവും മനുവിന്റെ മനുസ്മൃതിയും. ഇന്നത്തെ വ്യവസ്ഥിതി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നതിന് ശേഷം നിലവിൽ വന്നതാണ്. ചരിത്രകാരന്മാർ പറയുന്നത് മുഗൾ ഭരിച്ചിരുന്നപ്പോഴും മൗര്യൻ എംപയർ ഉണ്ടായിരുന്ന കാലത്തും ഇന്ത്യയിൽ നിയമവ്യവസ്ഥിതി ഉണ്ടായിരുന്നു എന്നാണ്. അതെന്തോ ആയിക്കൊള്ളട്ടെ, നിയമത്തിന് മനുഷ്യന്റെ അത്ര തന്നെ പഴക്കമുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. നിയമം എങ്ങനെ ജനജീവിതത്തെ സ്വാധീനിച്ചിരുന്നു, സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയും പ്രാഥമികമായി പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് പ്രധാനപ്പെട്ട നിയമവിഭാഗങ്ങളെ കുറിച്ച് ഒന്ന് അവലോകനം ചെയ്യാൻ ശ്രമിക്കാം. പ്രധാനമായും 4 ബ്രാഞ്ചസ് ഓഫ് ലോ വിഭാഗങ്ങളാണ് നിയമത്തിനുള്ളത്. അനേക വിഭാഗങ്ങളുണ്ട്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് 4 എണ്ണമാണ്. 1 സിവിൽ ലോ, 2 ക്രിമിനൽ ലോ, 3 കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, 4 അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഒന്നുകൂടി പറയാം. 1 സിവിൽ ലോ, മറ്റൊരു ക്രിമിനൽ ലോ. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതായിരിക്കും, ഭരണഘടനാ നിയമം. അഡ്മിനിസ്ട്രേറ്റീവ് ലോ, കൃത്യനിർവഹണത്തിന് ബ്യൂറോക്രസി ഉപയോഗിക്കുന്ന നിയമങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. സിവിൽ ലോയിൽ അനേകം വിഭാഗങ്ങളുണ്ട്. സിവിൽ ലോയിൽ പ്രധാനമായും നമ്മളെ സിവിൽ അവകാശങ്ങൾ നിർവചിക്കുകയും അതെങ്ങനെ നടപ്പിലാക്കി എടുക്കാമെന്നുള്ളതിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു.
സിവിൽ തർക്കങ്ങൾ മിക്കവാറും രണ്ട് സ്വകാര്യ വ്യക്തികളോ സ്ഥാപനങ്ങളോ തമ്മിലുള്ളതായിരിക്കും. അതിൽ രണ്ട് പരാതിക്കാരനും പ്രതിയും സ്വകാര്യ വ്യക്തികളോ സ്ഥാപനങ്ങളോ ആയിരിക്കും. അതിന് രണ്ട് വിഭാഗങ്ങളുണ്ട്, സബ്സ്റ്റാൻറ്റീവ് ലോ ആൻഡ് പ്രൊസീജിയറൽ ലോ. സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങൾ നിർവചിക്കുന്ന നിയമം. അതായത് നമുക്ക് നമ്മുടെ ഭൂമിയുടെ അവകാശം, കരാറവകാശം, കരാർ നിയമം മുതലായവ. ഇതെങ്ങനെ നടപ്പാക്കാമെന്നതിനെ കുറിച്ചുള്ള നിയമമാണ് പ്രൊസീജിയറൽ ലോ. അതായത് എന്താണ് നടപടിക്രമത്തിലൂടെ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് പ്രതിപാദിക്കുന്നതാണ് പ്രൊസീജിയറൽ ലോ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത്. അതായത് ആ നാമത്തിൽ തന്നെ അതിൻ്റെ വ്യാഖ്യാനമുണ്ട്. സിവിൽ പ്രൊസീജിയർ കോഡ്, സിവിൽ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊസീജിയറൽ ലോ ആണ്. സിവിൽ ലോയെ കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാൻ സാധിക്കുന്നത്. ക്രിമിനൽ ലോയെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റങ്ങൾ നിർവചിക്കുന്നു. സമൂഹത്തിന് അഭികാമ്യമല്ലാത്ത കൃത്യങ്ങൾ ചെയ്യുമ്പോൾ അവയെ ഡിഫൈൻ ചെയ്ത് അതിനുള്ള നിവൃത്തി ലഭ്യമാക്കുന്നതിനുള്ള നിയമമാണ് ക്രിമിനൽ ലോ. ക്രിമിനൽ ലോയിൽ ഒരു കുറ്റകൃത്യം സമൂഹത്തിനെതിരായിട്ടുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ക്രിമിനൽ നിയമത്തിൽ പരാതിക്കാരൻ എപ്പോഴും സ്റ്റേറ്റ് ആയിരിക്കും, പ്രതി കുറ്റം ചെയ്ത ആളും. ക്രിമിനൽ നിയമത്തിലും സബ്സ്റ്റാൻറ്റീവ് ലോ, പ്രൊസീജിയറൽ ലോ ഉണ്ട്. ക്രിമിനൽ ലോ കുറ്റങ്ങളെ നിർവചിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം, ഫുഡ് സേഫ്റ്റി ആക്ട്, പ്രൊവിഷൻ ഓഫ് പോക്സോ ആക്ട് എന്നിങ്ങനെ പലതുമുണ്ട്. ഇത് എങ്ങനെ നടപ്പാക്കുന്നു? സിവിൽ നിയമം നടപ്പാക്കുന്നത് പോലെ തന്നെ ക്രിമിനൽ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടുന്നതാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ക്രിമിനൽ നിയമം എങ്ങനെ ഒരു കോടതിയിൽ നടപ്പാക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള വിവിധ വിഭാഗങ്ങൾ എന്തെല്ലാം, എങ്ങനെയാണ് ഒരു ക്രിമിനൽ കുറ്റം കൈകാര്യം ചെയ്യേണ്ടത് മുതലായ പ്രതിപാദിക്കുന്ന നിയമമാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അത് കഴിഞ്ഞ് നമുക്ക് ഭരണഘടനാ നിയമത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഭരണഘടനാ നിയമം എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഭരണഘടന, ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയെ നിർവചിക്കുന്ന നിയമമാണ് ഭരണഘടനാ നിയമം. അതിനെക്കുറിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ പറയാം. ഇതിപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന സ്ഥലത്ത് ഭാഗത്തിലേക്ക് മാത്രമാണ് ഞാൻ കിടക്കുന്നത്. നമ്മുടെ ഭരണഘടന ഉദ്ദേശം പ്രിയാമ്പിൾ എന്ന ഭരണഘടന പറയുന്നുണ്ട്. ഫെഡറൽ സ്ട്രക്ചർ, സോഷ്യലിസ്റ്റ് സ്ട്രക്ചർ, റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക്, ഈക്വാലിറ്റി ബിഫോർ ലോ, ഫ്രീഡം ഓഫ് ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ മുതലായവ. പ്രിയാമ്പിൾ ഒരു ചൂണ്ടുവലകയായിട്ടാണ് കണക്കാക്കുന്നത്. ഭരണഘടനയിൽ ചൂണ്ടുവലകയായിട്ട് വളരെ സംക്ഷിപ്തമായ രീതിയിൽ ഭരണഘടന എന്തുദ്ദേശിക്കുന്നു എന്ന് പറയുന്ന ഒന്നാണ് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആമുഖം എന്ന് പറയും മലയാളത്തിൽ. ഭരണഘടനയുടെ ആമുഖമാണ് പ്രിയാമ്പിൾ. ഭരണഘടന ഒരു ഫെഡറൽ സംവിധാനം വിഭാവനം ചെയ്യുന്നു. കൂടുതലായിട്ട് അതിൻ്റെ 3 മെയിൻ ബ്രാഞ്ചസിനെ കുറിച്ച് ഞാൻ അല്പസമയത്തിന് ശേഷം നിങ്ങളോട് പറയാം. അത് കഴിഞ്ഞിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, കൃത്യനിർവഹണ നിയമം. എക്സിക്യൂട്ടീവ്, അതായത് കൃത്യനിർവഹണത്തിന് ഉദ്യോഗസ്ഥന്മാരെ ആവശ്യം അനിവാര്യമാണ്. മിനിസ്റ്റേഴ്സിനും ലോ മേക്കേഴ്സിനും അതിന് സാധിക്കുകയില്ല. അവരെ നിയന്ത്രിക്കുന്നതും അവരുടെ ചട്ടങ്ങളും അവരെ നിയന്ത്രിക്കുന്നതും അവർ പാസ്സാകുന്ന നിയമങ്ങളുടെ നിയമസാധ്യത ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന നിയമമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, അതായത് കൃത്യനിർവഹണ നിയമം. അപ്പോൾ
4 മെയിൻ ബ്രാഞ്ചസുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതായത് സിവിൽ ലോ, ക്രിമിനൽ ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സിവിൽ ലോയിലും ക്രിമിനൽ ലോയിലും സബ്സ്റ്റാൻറ്റീവ് ലോയും പ്രൊസീജിയറൽ ലോയും ഉണ്ട്. സബ്സ്റ്റാൻറ്റീവ് ലോ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അവകാശങ്ങളും ബാധ്യതകളും നിർവചിക്കുന്നു. അതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള പ്രൊസീജിയറൽ ലോയിലൂടെ വ്യക്തമാകുന്നു. അതായത് സിവിലും ക്രിമിനൽ ലോയിലും ഉണ്ട്. ഭരണഘടന, ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന എങ്ങനെയായിരിക്കണം, ഓരോ അതോറിറ്റീസിൻ്റെയും വ്യവസ്ഥിതികൾ എന്തായിരിക്കണം, അവർ എങ്ങനെ പെരുമാറണം, എന്ത് ചട്ടങ്ങളൊക്കെ പാലിക്കണം എന്നതിനെ കുറിച്ച് നിർവചിക്കുന്നു. ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ഇതിൽ largest constitutional document. 395 ആർട്ടിക്കിളും 10 ഷെഡ്യൂളുകളുമാണ് അതിലുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനേക കാര്യങ്ങളും അനവധി കാര്യങ്ങളും പറയാനുണ്ട്. അതിന് സമയപരിധി കാരണം അതിന് ഭരണഘടന വിഭാവനം ചെയ്യുന്ന 3 വിഭാഗങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. 3 പ്രധാന വിഭാഗങ്ങൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയാണ്. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമം ഉണ്ടാക്കുന്ന വിഭാഗം, എക്സിക്യൂട്ടീവ് അത് നടപ്പിലാക്കുന്ന വിഭാഗം, ജുഡീഷ്യറി നിയമം വ്യാഖ്യാനിക്കുന്ന വിഭാഗം. ലെജിസ്ലേച്ചർ എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനം ഫോളോ ചെയ്യുന്ന രാജ്യമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലെജിസ്ലേച്ചർ ഓഫ് ദ സെൻട്രൽ ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് 2 വിഭാഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരില്ലേ, ഒരേ നിയമനിർമ്മാണത്തിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കുള്ള ന്യായമായ ഒരു ചോദ്യമാണ്. അതിനുള്ള മറുപടി ഭരണഘടന നൽകുന്നുണ്ട്. ഭരണഘടന 7ാം ഷെഡ്യൂളിൽ 3 ലിസ്റ്റ് പറയുന്നുണ്ട്. ലിസ്റ്റ് 1 കേന്ദ്രത്തിന് മാത്രം നിയമനിർമ്മാണത്തിന് അധികാരമുള്ള ലിസ്റ്റിലുള്ള സബ്ജക്ട്സ് ആണ് ലിസ്റ്റ് 1-ലുള്ളത്. ലിസ്റ്റ് 2 സംസ്ഥാനങ്ങൾക്ക് മാത്രം അധികാരമുള്ള വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ലിസ്റ്റ് 3 2 വ്യവസ്ഥിതിക്കും നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ ലിസ്റ്റ് 3-ൽ കേന്ദ്ര നിയമം ഉണ്ടെങ്കിൽ സംസ്ഥാനത്തിന് നിയമത്തിന് വാലിഡിറ്റി ഉണ്ടാവുകയില്ല. അങ്ങനെ സംസ്ഥാന നിയമം ഊർജിതമാക്കിക്കണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ പ്രത്യേക അനുമതി വേണ്ടതാണ്. അപ്പോൾ ഇതാണ് ലെജിസ്ലേറ്റീവിന്റെ ലെജിസ്ലേച്ചർ. സെൻട്രൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് President at the head of the affairs with Lok Sabha and Rajya Sabha as a parliamentary body. സ്റ്റേറ്റിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. എന്നാൽ കേരളത്തിൽ, എന്നാൽ ചില സ്റ്റേറ്റിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞ ബോഡിയും ഉണ്ട്. ലെജിസ്ലേറ്റീവ് ബോഡി ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആണ് നിയമനിർമ്മാണങ്ങൾ, അതാത് വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത്. നിയമനിർമ്മാണത്തിൽ ജനങ്ങൾക്കുള്ള പങ്കിലേക്ക് നമുക്ക് പിന്നീട് വരാം. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് സെൻട്രലും സ്റ്റേറ്റിലും ഉണ്ട്. എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് സെൻട്രൽ പ്രസിഡന്റും സ്റ്റേറ്റിൽ ഗവർണറുമാണ്. പ്രസിഡന്റിന് കീഴെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതിന് കീഴെ ഉദ്യോഗസ്ഥർ നിയമം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ. സ്റ്റേറ്റില് എക്സിക്യൂട്ടീവ് ആയിട്ട് ഗവർണറാണ്. ഗവർണർക്ക് കീഴെ മന്ത്രിസഭാ യോഗം, അതിന് കീഴെ ഉത്തരവുകൾ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം. ജുഡീഷ്യറി 3ാമത്തെ പ്രധാന പങ്ക് വഹിക്കുന്നതായ വിഭാഗം. ജുഡീഷ്യറിയുടെ കാതലായ ജോലി നിയമത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. സെൻട്രൽ സുപ്രീം കോടതിയും സ്റ്റേറ്റിൽ ഹൈക്കോടതിയും, ഹൈക്കോടതിക്ക് കീഴെ
സബോർഡിനേറ്റ് കോർട്സുമാണ് ഉള്ളത്. സുപ്രീം കോടതി ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ഹൈക്കോടതി ഓരോ സ്റ്റേറ്റിൻ്റെയും ക്യാപിറ്റലിലാണ് സാധാരണ രീതിയിൽ കാണുന്നത്. എന്നാൽ ചില സ്റ്റേറ്റുകളിൽ അതിന് ബെഞ്ചസും വേറെ അന്യ സ്ഥലങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫെഡറൽ സിസ്റ്ററിന്റെ ഒരു ഏകദേശ രൂപം. ഇനി നമുക്ക് നിയമനിർമ്മാണത്തിലേക്ക് പോവാം. ജനങ്ങൾക്ക് നിയമനിർമ്മാണത്തിൽ എന്താണ് പങ്ക് എന്നുള്ള മുഖ്യമായ ചോദ്യവും ഘടകവുമാണ്. നിയമനിർമ്മാണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ ലെജിസ്ലേച്ചറും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമാണ് നടത്തുന്നത്. എങ്ങനെയാണ് ഒരു നിയമം ഉണ്ടാകുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. ഒരു നിയമം പാർലമെന്റിൽ ഏതെങ്കിലും മണി ബില്ല് ഒഴിച്ച് ധനകാര്യ കാര്യങ്ങളുടെ ബില്ലൊഴിച്ച് ഏത് ബില്ലും ഏതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിക്കാം. അതായത് രാജ്യസഭയിലോ ലോകസഭയിലോ അവതരിപ്പിക്കാം. അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സഭയുടെ ഡിസ്ക്രിപ്ഷൻ വിവേചന അധികാരം ഉപയോഗിച്ച് അത് സെലക്ട് കമ്മിറ്റിക്ക് ബില്ലിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ അയക്കാവുന്നതാണ്. ആ സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ബില്ല് അവതരിപ്പിക്കും. ആ ബില്ല് അവതരണത്തിൽ സെലക്ട് കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ചോ അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റി റിപ്പോർട്ടിന് അയച്ചില്ല എങ്കിൽ ആ സഭയിലായിരിക്കുന്ന അംഗങ്ങൾ ബില്ലിലെ ഓരോ വ്യവസ്ഥയും അവലോകനം ചെയ്ത് ഭേദഗതി നിർദ്ദേശിച്ച് അത് നിശ്ചയിച്ചതിന് ശേഷം അടുത്ത വകുപ്പിലേക്ക് പോകുന്നു. ആ പ്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ബില്ല് വോട്ടിനിടുകയായി. ബില്ല് വോട്ടിനിട്ട് കഴിഞ്ഞാൽ സാധാരണ ബില്ലാണെങ്കിൽ കേവലം ഭൂരിപക്ഷം മാത്രം മതി ബില്ല് പാസ്സാവാൻ. പക്ഷേ ഭരണഘടനാ ഭേദഗതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കേവല ഭൂരിപക്ഷവും കൂടാതെ സന്നിഹിതരായിരിക്കുന്ന അംഗങ്ങളിൽ 2/3 വിഭാഗം പേർ അനുകൂലിക്കുകയും വേണം. ഒരു സഭ പാസാക്കിയ ബിൽ മറ്റേ സഭയിലേക്ക് അയക്കുന്നു. ആ സഭ അത് കൺസിഡർ ചെയ്ത് പാസാക്കുകയോ ഭേദഗതി നിർദ്ദേശിക്കുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം 2 സഭകളും പാസാക്കിയ ബിൽ പ്രസിഡന്റിന്റെ സമ്മതത്തിന് വിധേയമാക്കുന്നു. പ്രസിഡന്റ് അത് സമ്മതിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി നിയമമായി മാറുന്നു. ഇതാണ് ഒരു നിയമനിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ. ഇതിൽ സഭാംഗങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ബില്ലിൽ സമഗ്രമായ ചർച്ച ആണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ജനങ്ങളുടെ ഹിതവും ജനങ്ങളുടെ അഭിപ്രായം മറ്റും പ്രതിഫലിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിയമം ഉണ്ടാവുന്നത് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ചാണെന്നുള്ള വ്യാഖ്യാനം വളരെ ശരിയായ ഒന്നായി മാറുന്നു. ജനങ്ങൾക്ക് പങ്കാളിത്തം ഉള്ളതാണ് നിയമനിർമ്മാണം. അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണത്തിൽ നമുക്ക് പങ്കില്ല എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. നമുക്ക് കാതലായ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ആ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ ഭാവിക്കും സമൂഹത്തിലേക്കും ബാധകമാകുന്ന നിയമം പാസാക്കുന്നതിൽ നമുക്ക് അഭേദ്യമായ പങ്കുണ്ടെന്നുള്ളത് പറഞ്ഞുകൊള്ളട്ടെ. സംസ്ഥാന നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നതും പാസ്സാകുന്നതും കേന്ദ്ര നിയമസഭയിൽ അവതരിക്കുന്നത് പോലെ തന്നെ അതേ പ്രൊസീജിയറാണുള്ളത്. അങ്ങനെ സ്റ്റേറ്റ് സബ്ജക്ട്സ്, അതായത് ലിസ്റ്റ് 2 പ്രകാരമുള്ള സബ്ജക്റ്റിന് സ്റ്റേറ്റിന് മാത്രമാണ് അധികാരമുള്ളത്. ആ സ്റ്റേറ്റ് നിയമസഭ പാസ്സാക്കുന്ന ബില്ല് ഗവർണറുടെ അംഗീകാരത്തിന് അയക്കുന്നു. ഗവർണർക്ക് ആദ്യം ബില്ല് തിരിച്ചയക്കാനുള്ള അധികാരമുണ്ട്.
പിന്നെ വീണ്ടും സഭ പാസാക്കി അയക്കുകയാണെങ്കിൽ അസന്റ് നിർബന്ധമാണെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അങ്ങനെ ഗവർണറെ സംബന്ധിച്ച് സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യുന്നതോടെ നിയമമായി മാറുന്നു. ഇതാണ് നിയമനിർമ്മാണത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഘടകങ്ങൾ. മണി ബിൽ എന്ന് പറയുന്നത് ഫൈനാൻസ് മാറ്റേഴ്സിനെ കുറിച്ചുള്ള കേന്ദ്ര നിയമ നടപടികളാണ്. അതായത് ബഡ്ജറ്റ് അവതരിപ്പിക്കുക, കടമെടുക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുക എന്ന മുഖ്യ ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉള്ള ബില്ല് അവതരിപ്പിക്കുന്നതിനാണ് മണി ബിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. മണി ബിൽ അവതരിപ്പിക്കുവാൻ പ്രസിഡന്റിന്റെയും ഗവർണറുടെയും അനുവാദം അനിവാര്യമാണ്. കേന്ദ്ര മന്ത്രിസഭയിലാണെങ്കിൽ പ്രസിഡന്റിന്റെ അനുവാദവും, സംസ്ഥാന നിയമസഭയിലാണെങ്കിൽ ഗവർണറുടെ അനുവാദവും ആവശ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ബഡ്ജറ്റ് പ്രസിഡന്റിന്റെ മുഖ്യ പ്രഭാഷണം എന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാനത്ത് ഗവർണറുടെ മുഖ്യ പ്രസംഗമെന്നും മറ്റും. അതാണ് ആ പ്രസിഡന്റിന്റെയും ഗവർണറുടെയും അനുവാദത്തോടുകൂടി ബില്ല് അവതരിപ്പിക്കുന്നത്. മണി ബില്ല് കേന്ദ്രത്തിൽ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ അധികാരമുള്ളൂ. രാജ്യസഭയിൽ അത് അവതരിപ്പിക്കാൻ സാധ്യമല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് സമ്മതം നൽകുന്നുമില്ല. ലോകസഭ പാസ്സാക്കിയതിനു ശേഷം അത് രാജ്യസഭയിലേക്ക് അയക്കും. രാജ്യസഭയ്ക്ക് ബില്ല് പാസ്സാക്കുന്ന പ്രക്രിയയില്ല. അതിൽ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മോഡിഫിക്കേഷനോ മാത്രം സജസ്റ്റ് ചെയ്ത് തിരിച്ച് ലോകസഭയിലേക്ക് അയക്കാവുന്ന അധികാരം മാത്രമേ ഉള്ളൂ. മണി ബില്ല് അതുകൊണ്ട് തന്നെ പാസ്സാക്കുന്നതും വളരെ അധികം പ്രാധാന്യം ചർച്ച ചെയ്യുന്നതും ലോകസഭയിൽ മാത്രമായിരിക്കും. ഇപ്പോ നമ്മൾ നിയമത്തിന്റെ ഉറവിടം, നിയമത്തിന്റെ ആവശ്യം, പ്രധാന ഘടകങ്ങൾ, ബ്രാഞ്ചസ് ഓഫ് ലോ, നിയമം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അറിവ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇനി തുടർന്ന് നമുക്ക് കോടതി നടപടികളിലേക്ക് കടക്കാം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനും നിങ്ങളുടെ സുരക്ഷിതം ഉറപ്പുവരുത്തുന്നതും കോടതികളാണ്. രണ്ട് മുഖ്യ ബ്രാഞ്ചസ് ഓഫ് ലോ ആണുള്ളത്: സിവിൽ ലോ ആൻഡ് ക്രിമിനൽ ലോ. നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയാണ് പരമോന്നത കോടതി, രാജ്യത്തിന്റെ പരമോന്നത കോടതി. അവിടെ അപ്പീൽ ജൂറിഡിക്ഷനും ഉണ്ട്, ഒറിജിനൽ ജൂറിഡിക്ഷനും ഉണ്ട്. ഒറിജിനൽ ജൂറിഡിക്ഷൻ എന്ന് പറയുന്നത് നദീജല തർക്കം, ഇന്റർസ്റ്റേറ്റ് തർക്കം മുതലായ കാര്യങ്ങളിൽ മാത്രമാണുള്ളത്. അതല്ലാത്തുള്ളതൊക്കെ ഹൈക്കോടതിയിൽ, ചില ഹൈക്കോടതിയിലും അതിന് കീഴിലുള്ള സബോർഡിനേറ്റ് കോടതിയിലും മാത്രമായിട്ട് ഒതുങ്ങുന്നു. പിന്നെ നിങ്ങൾ അറിയേണ്ടത് റിറ്റ് ജൂറിസ്ഡിക്ഷൻ എന്നുള്ളതാണ്. നിങ്ങൾ കേട്ട് കാണും റിറ്റ് ജൂറിസ്ഡിക്ഷൻ എന്നുള്ള പ്രക്രിയയെക്കുറിച്ച്. പ്രധാനമായും 5 തരത്തിലുള്ള റിട്ടാണുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ്, റിട്ട് ഓഫ് മാൻഡമസ്, റിട്ട് ഓഫ് സെഷറാറി, റിട്ട് ഓഫ് പ്രൊഹിബിഷൻ, റിട്ട് ഓഫ് കോ വാറന്റോ. സുപ്രീം കോടതി റിട്ടിനുള്ള അധികാരം ആർട്ടിക്കിൾ 32 പ്രകാരമാണുള്ളത്. അതിൽ ഒരു മുഖ്യ ഘടകം, സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യണമെങ്കിൽ മൗലിക അവകാശങ്ങളുടെ ലംഘനമോ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹൈക്കോടതിയിൽ മൗലിക അവകാശം നിലനിർത്തുന്നതിന് മാത്രമല്ല മറ്റു കാരണങ്ങൾക്കും റിട്ട് ഫയൽ ചെയ്യുക. അത് ആർട്ടിക്കിൾ 226 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ്.
അങ്ങനെ ഇത് നോക്കിയാൽ നമുക്ക് പറയേണ്ടി വരും ഹൈക്കോടതിക്കാണ് കൂടുതൽ റിട്ടധികാരമുള്ളത് എന്ന് ഒരു വിധത്തിൽ പറഞ്ഞാൽ ശരിയായിരിക്കും. സുപ്രീം കോടതിയുടെ റിട്ടധികാരം ചുരുങ്ങി മൗലികാവകാശം നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമാകുമ്പോൾ ഹൈക്കോടതിയിലെ അവകാശം അതിൽ നിന്നും വ്യത്യസ്തമാണ്. അതിനോടുകൂടി തന്നെ അതിനേക്കാൾ കൂടുതൽ വിപുലവുമാണ്. മറ്റു കാരണങ്ങൾക്കും റിട്ട് ഫയൽ ചെയ്യാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ദ ബോഡി എന്നുള്ളതാണ് അർത്ഥം. എന്ന് വെച്ചാൽ അന്യായമായി തടങ്കൽ പ്രാപിച്ചിരുന്ന ഒരാളുടെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന ആർക്കും ഫയൽ ചെയ്യാവുന്ന റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ്. അന്യായ തടങ്കലിനെതിരായുള്ള ഒരു പ്രതിവിധി ആണ് റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ്. റിട്ട് ഓഫ് മാൻഡമസ് എന്ന് പറയുന്നത് ഒരു ബോഡി അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്യേണ്ട കർത്തവ്യം ചെയ്യാതിരിക്കുകയോ വിമുഖത പ്രകടിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ വിഭാഗത്തെ നിർദ്ദേശിക്കുന്ന റിട്ടിനാണ് റിട്ട് ഓഫ് മാൻഡമസ് എന്ന് പറയുന്നത്. അതായത് കമാൻഡ് ടു ഡു ഓർ നോട്ട് ടു ഡു എ തിങ്. കമാൻഡ് ടു ഡു എ തിങ്, നോട്ട് ടു ഡു എ തിങ് അത് വേറെയാണ്. കമാൻഡ് ടു ഡു എ തിങ്, നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങളോട് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ഒരു റിട്ടാണ് റിട്ട് ഓഫ് മാൻഡമസ്. റിട്ട് ഓഫ് സെർച്യൂറാറെ എന്ന് പറയുന്നത് ഔദ്യോഗിക തലത്തിൽ മൗലികാവകാശങ്ങൾ ലംഘിച്ചുള്ള ഉത്തരവ് പാസാക്കുകയോ നിയമത്തിനെതിരായുള്ള ഉത്തരവ് പാസാക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ഇന്റർഫിയർ ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നതാണ് റിട്ട് ഓഫ് സെർച്യൂറാറെ. റിട്ട് ഓഫ് പ്രോഹിബിഷൻ, ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ മുതിരുമ്പോൾ അതിനെ തടയുന്നതാണ് റിട്ട് ഓഫ് പ്രോഹിബിഷൻ. അതിന് ശേഷം വരുന്നതാണ് റിട്ട് ഓഫ് കോവാറണ്ടോ. റിട്ട് ഓഫ് കോവാറണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു ആളോടോ ഒരു സ്ഥാപനത്തിനോടോ എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ആ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ നിർവഹിക്കുന്ന ഒരു റിട്ടാണ് റിട്ട് ഓഫ് കോവാറണ്ടോ. അപ്പൊ ഇതാണ് 5 മുന്തിയ പ്രധാനമായ റിട്ടുകൾ ഉള്ളത്. റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ്, അതായത് അന്യായ തടങ്കലിനെതിരെയുള്ളത്. റിട്ട് ഓഫ് മാൻഡമസ്, ചെയ്യാനുള്ള ജോലി ചെയ്യാതിരിക്കുന്നതിനോ ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന റിട്ട്. റിട്ട് ഓഫ് സെർച്യൂറായി, നിയമവ്യവസ്ഥ ലംഘിച്ചോ നിയമത്തിനെതിരായോ പാസ്സാകുന്ന ഓർഡർ ഇന്റർഫിയർ ചെയ്യാനുള്ള അധികാരം നൽകുന്നത്. റിട്ട് ഓഫ് പ്രോഹിബിഷൻ, ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാൻ വരുമ്പോൾ നൽകുന്ന ഡയറക്ഷൻ. റിട്ട് ഓഫ് കോവാറണ്ടോ, എന്ത് അധികാരത്തിലാണ് നിങ്ങൾ പോസ്റ്റിൽ തുടരുന്നതെന്ന് കാണിക്കാനുള്ള റിട്ടാണ് റിട്ട് ഓഫ് കോവാറണ്ടോ. നമ്മൾ സ്റ്റേറ്റ് തലത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റിലെ പരമോന്നത കോടതി ഹൈക്കോടതിയാണ്. ഹൈക്കോടതിക്ക് കീഴെ ഡിസ്ട്രിക്ട് കോടതി, അതിന് കീഴെ മജിസ്ട്രേറ്റ് കോടതി, മുനിസിപ്പൽ കോടതി. ഒരു നിയമ നടപടികൾ ആരംഭിക്കുന്നത് മിക്കവാറും മുനിസിപ്പൽ കോടതിയിൽ നിന്നോ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നായിരിക്കും. അതിൻ്റെ കൃത്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള ഒന്നായിരിക്കും അത്. സിവിൽ നിയമങ്ങൾ ആദ്യം ഒറിജിനേറ്റ് ചെയ്യുന്നത് മുനിസിപ്പൽ കോടതിയിലാണ്. അതിനെ കുറിച്ച് മുനിസിപ്പൽ കോടതിയുടെ ജൂറിസ്ഡിക്ഷനെ കുറിച്ചുള്ള കാര്യം വേറെ പ്രതിപാദിക്കേണ്ടതാണ്. പക്ഷേ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ സിവിൽ കോടതി നിയമം ആദ്യം കൈകാര്യം ചെയ്യുന്നത് മുനിസിപ്പൽ കോടതിയാണ്. ഡിസ്ട്രിക്ട് തലത്തിലുള്ള മുനിസിപ്പൽ കോടതി, ഏറ്റവും താഴെത്തട്ടിലുള്ള സിവിൽ കോടതിയാണ് മുനിസിപ്പൽ കോടതി. മുനിസിപ്പൽ കോടതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ സബ് കോടതി എന്ന് പറഞ്ഞാൽ മുകളിലുണ്ട്. അതിന് മുകളിലാണ് ഡിസ്ട്രിക്ട് കോടതി, അതിന് മുകളിൽ ഹൈക്കോടതി. ക്രിമിനൽ വിഭാഗത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളതാണ് മജിസ്ട്രേറ്റ് കോടതി. മജിസ്ട്രേറ്റ് കോടതിക്ക് മുകളിൽ സെഷൻസ് കോടതി, സെഷൻസ് കോടതിക്ക് മുകളിൽ ഹൈക്കോടതി. വളരെ രസകരമായ ഒരു കാര്യമുണ്ട്
ക്രിമിനൽ ലോയിൽ വധശിക്ഷ ആദ്യമായി നൽകാൻ കെൽപ്പുള്ള കോടതി ഡിസ്ട്രിക്ട് കോടതി മാത്രമാണ്. ഹൈക്കോടതിക്ക് പോലും അതിന് അധികാരമില്ല. ഡിസ്ട്രിക്ട് കോടതിക്കാണ് വധശിക്ഷ നൽകാനുള്ള ആദ്യ അധികാരം സിവിൽ പ്രൊസീജിയർ കോഡ് പ്രകാരം നൽകിയിട്ടുള്ളത്. അങ്ങനെ വധശിക്ഷ നൽകിയാൽ ആ വധശിക്ഷ ഹൈക്കോടതി കൺഫേം ചെയ്താൽ മാത്രമേ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് കൂടുതൽ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സിവിൽ പ്രൊസീഡിങ്സ് എങ്ങനെ തുടങ്ങുന്നു എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. സിവിൽ പ്രൊസീഡിങ്സ് മുൻകൂട്ടി തുടങ്ങുന്നത് അന്യായം ഫയൽ ചെയ്തുകൊണ്ടാണ്. ഒരു സ്വകാര്യ വ്യക്തി തൻ്റെ അവകാശം നിഷേധിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അവകാശം സ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതിയെ വേറൊരു രീതിയിലായിട്ട് സമീപിക്കുന്നതിനാണ് അന്യായം എന്ന് പറയുന്നത്. ആ വാക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ളതാണ്. കോടതി അന്യായം ഫയൽ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ളതല്ലേ ഫയൽ ചെയ്യാവുള്ളൂ എന്നാണ് ചോദ്യം സാധാരണഗതിയിൽ വരാമെന്നാണ്. അതിന് ഉത്തരം, എനിക്കെതിരെ അന്യായം പ്രവർത്തിച്ചു, അത് ന്യായമുള്ള എൻ്റെ അവകാശം സ്ഥാപിച്ചു തരണമെന്ന് ഉള്ള ഒരു വാദമാണ് ഉന്നയിക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞതെന്ന് സൂചിപ്പിച്ച പോലെ സിവിൽ കേസുകളിൽ വാദിയും പ്രതിയും സ്വകാര്യ വ്യക്തികളുടെ സ്വകാര്യ സ്ഥാപനങ്ങളായിരിക്കും. അതിൽ ആദ്യം ഫയൽ ചെയ്യുന്ന അന്യായത്തിന് പ്ലെയിന്റ് എന്നും അതിന് മറുപടിയായി പ്രതി ഫയൽ ചെയ്യുന്നതിന് പത്രിക എന്നും പറയും. പത്രിക അല്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. വാദി ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് എതിരായിട്ട് പ്രതിക്ക് പറയാനുള്ളത് തൻ്റെ പത്രികയിലൂടെ പ്രതി കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം കോടതി ഏതൊക്കെ കാര്യങ്ങളിലാണ് തീരുമാനം എടുക്കേണ്ടതെന്നതിനെ കുറിച്ച് ഇഷ്യൂസ് ഏർപ്പെടുത്തും. അതിനുശേഷം തെളിവെടുപ്പ് നടത്തും. തെളിവെടുത്തതിന് ശേഷം തെളിവിന് അനുസരിച്ച് വിധി വരും. അതിന് ഡിക്രി എന്നാണ് പറയുക. സിവിൽ കോടതിയിൽ കോടതി പാസ്സാക്കുന്ന വിധിക്ക് ഡിക്രി എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഒരു ഡിഗ്രി കിട്ടിയുകൊണ്ട് കാര്യം അവസാനിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ആ ഡിഗ്രി നടത്തിയെടുക്കണം. നിയമത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. സാധാരണ രീതിയിൽ വക്കീൽമാർ പറയുന്നതാണ്, റിയൽ ഹെഡ് ഏക്ക് ബിഗിൻസ് ആഫ്റ്റർ ദ ഡിഗ്രി. ശരിക്കുള്ള തലവേദന ഡിഗ്രി കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് തോന്നുന്നത് എന്ന് പറയുന്ന കാര്യമുണ്ട്. നടത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അത് നീണ്ടുപോകുന്നതായിട്ടാണ് സാധാരണ ഗതിയിൽ കാണുന്നത്. അപ്പോൾ സിവിൽ കോടതിയിൽ ഒരു ഡിഗ്രി കിട്ടിയെന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാൻ മേലാതെ നടത്തിയെടുക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. സിവിൽ കോടതിയിൽ ഡിഗ്രി നടത്തിയെടുക്കുന്നതിന് പറയുന്നതിനാണ് എക്സിക്യൂഷൻ, അല്ലെങ്കിൽ ഡിഗ്രി നടപ്പിലാക്കി കിട്ടുന്നതിനുള്ള പ്രക്രിയ. ക്രിമിനൽ കോടതിയിൽ സാധാരണഗതിയിൽ നടപടികൾ ആരംഭിക്കുന്നത് ഒരു കുറ്റകൃത്യം ഒന്നുമില്ലെങ്കിൽ പോലീസിന് റിപ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമ്പോഴോ ആണ്. പോലീസിന് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം എഴുതി ഉണ്ടാക്കും. അതായത് കുറ്റകൃത്യത്തിന്റെ സമഗ്രമായ ചുരുക്കത്തിലുള്ള ഒരു വിശേഷണം മാത്രം നൽകിക്കൊണ്ട് കോടതിയിൽ സമർപ്പിക്കേണ്ട ആദ്യത്തെ കുറ്റത്തിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. അതിനുശേഷം അതിന് ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നു. അതിന് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും. ഇൻവെസ്റ്റിഗേഷൻ സമയത്താണ് തെളിവുകൾ സ്വീകരിക്കുന്നത്. തെളിവുകൾ സ്വീകരിക്കുന്നതിനും തെളിവുകളുടെ അടിസ്ഥാനത്തിനും വളരെ വിപുലമായ നിയമമുണ്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. തെളിവ് എടുത്തതിന് ശേഷം ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആ കുറ്റപത്രം നോക്കി
പ്രഥമ ദൃഷ്ട്യാ കുറ്റമുണ്ടെന്ന് കണ്ടാൽ പ്രതിക്ക് ഹാജരാകാൻ പറയും. പ്രതി ഹാജരായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റപത്രം തയ്യാറാക്കും കോടതി. കുറ്റപത്രം തയ്യാറാക്കി പ്രതിയോട് ചോദിക്കും കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പ്രതി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് തെളിവിന് വേണ്ടി കേസ് പോസ്റ്റ് ചെയ്യും. കുറ്റകൃത്യം ചെയ്തു എന്ന് സമ്മതിക്കുകയാണെങ്കിൽ കോടതിയുടെ വിവേചന അധികാരം ഉപയോഗിച്ച് ഉടൻ തന്നെ വിധി പ്രസ്താവിക്കാവുന്നതാണ്. തെളിവിന് വയ്ക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെളിവ് നൽകേണ്ടത് പ്രോസിക്യൂഷന്റെ ബാധ്യതയാണ്. പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം സ്റ്റേറ്റ് തെളിവ് നൽകി കഴിഞ്ഞതിന് ശേഷം ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യും. നിങ്ങൾക്കെതിരായി ഇന്ന തെളിവുകൾ കാണുന്നു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പ്രതിയോട് ചോദിക്കും. പ്രതിയുടെ ഉത്തരം റെക്കോർഡ് ചെയ്തതിന് ശേഷം പ്രതിക്ക് വല്ല തെളിവും ഹാജരാക്കാനുണ്ടോ എന്ന് ചോദിക്കും. പ്രതിക്ക് തെളിവ് ഹാജരാക്കാനുണ്ടെങ്കിൽ പ്രതിയുടെ തെളിവ് ഹാജരാക്കാം. അല്ലെങ്കിൽ പ്രതിക്ക് തെളിവൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കേസിൽ വാദം കേട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിക്കും. ആദ്യത്തെ വിധി പ്രതി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് മാത്രം പ്രഖ്യാപിക്കുന്ന ഒന്നാണ്. പ്രതി കുറ്റക്കാരനല്ല എന്ന് കണ്ടാൽ അയാളെ വെറുതെ വിടും. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടാൽ അടുത്ത നടപടിയിലേക്ക് കോടതി കിടക്കും. അടുത്ത നടപടി ശിക്ഷയെക്കുറിച്ച് കേൾക്കുക എന്നുള്ളതാണ്. പ്രതിയോട് കോടതി നൽകാൻ ഉദ്ദേശിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ചോദിക്കും. എന്താണ് പ്രതിക്ക് പറയാനുള്ളതെന്ന് കേൾക്കും. അതിൽ പ്രതിക്ക് പറയാനുള്ളത് റെക്കോർഡ് ചെയ്ത് ശിക്ഷ വിധിക്കും. ഇതാണ് ക്രിമിനൽ നടപടിക്രമം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിവിൽ നടപടിക്രമം, സിവിൽ നിയമത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യങ്ങളാണ് കോടതി കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിമിനൽ നടപടിക്രമത്തിൽ കുറ്റകൃത്യം സമൂഹത്തിനെതിരായിട്ടുള്ള ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ആണ് പ്രോസിക്യൂട്ടർ. സ്റ്റേറ്റ് ആണ് ആ കേസ് നടത്തുന്നതിന്റെ ബാധ്യത ഏറ്റെടുക്കുന്നത്. ഇനി നമുക്ക് ഭരണഘടനയിലെ മുഖ്യ ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്: ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, തത്വനിർദ്ദേശങ്ങൾ എന്നിവയാണ്. മൗലിക അവകാശത്തിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നും മൗലിക കടമകൾക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നും ഡയറക്റ്റീവ്സ് ഓഫ് സ്റ്റേറ്റ് പോളിസി രാജ്യത്തിൻ്റെ വ്യവസ്ഥിതികൾ ഇങ്ങനെ എന്തിനെ ഉദ്ദേശിച്ചുള്ളതായിരിക്കണമെന്നും രാജ്യം എന്തിനു വേണ്ടി ശ്രമിക്കണമെന്നും കാണിക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രൊവിഷൻസ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതിൽ ആർട്ടിക്കിൾ 14 തൊട്ട് 36 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് അതിനെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്നത്. അതിൽ പല അവകാശങ്ങളുമുണ്ട്. ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് റിലീജിയസ് അഫയേഴ്സ് മുതലായവ. അങ്ങനെ ഒരു 9-10 അവകാശങ്ങൾ, മൗലിക അവകാശങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് ഭരണഘടന നൽകിയിട്ടുള്ള ബേസിക് റൈറ്റ്സ് ആണ്. ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 21 വളരെയധികം വ്യാഖ്യാനത്തിന് വിധേയമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. No person shall be deprived of his rights and liberty except in accordance with law ആണ് ആർട്ടിക്കിൾ പറയുന്നത്. No person shall be deprived of his liberty, life and liberty except in accordance with law. നിയമാനുസൃതമല്ലാതെ ഒരു പൗരന്റെ ജീവനോ സ്വാതന്ത്ര്യമോ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അർത്ഥം.
അതിലെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കാനുള്ള അവകാശം, ക്ലീൻ എൻവയറമെന്റിനുള്ള അവകാശം, പൊല്യൂഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ എന്നിവ വ്യാഖ്യാനിക്കാൻ ഇടയായിട്ടുള്ളത്. അത് വളരെ വലിയ ഒരു സബ്ജക്റ്റാണ്. ആ ആർട്ടിക്കിൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും പല ജഡ്ജ്മെന്റിനും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുസരിച്ച് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി എന്ന് വെച്ചിട്ട് റൈറ്റ് ടു എ ഡീസൻറ്റ് ലിവിങ്, റൈറ്റ് ടു എ ഡീസൻറ്റ് ഡെത്ത്, റൈറ്റ് ടു എ ഡീസൻറ്റ് ബറിയൽ എന്നിവയെല്ലാം വ്യാഖ്യാനിച്ചത് ഈ ആർട്ടിക്കിൾ വെച്ചിട്ടാണ്. ഈ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് ആ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ 51A പറയുന്നത്. അത് ജനങ്ങളുടെ കടമ. നമ്മളെല്ലാവരും നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് വളരെ ബോധവാന്മാരാണ്, അല്ലേ? പക്ഷേ നമ്മൾ ആരെങ്കിലും നമ്മുടെ കടമകളെ കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? മിക്കവാറും ഇല്ല എന്നായിരിക്കും ഉത്തരം. അതിന് കാരണമുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് കോടതിയിലൂടെ നിവർത്തി നേടാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എൻഫോഴ്സിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാലും ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. where there is a right, there is a corresponding duty എന്നുള്ള ഒരു ബേസിക് തത്വമാണ്. എവിടെ അവകാശമുണ്ടോ അവിടെ കടമയും കറസ്പോണ്ടിങ് ഒരു കടമയും ഉണ്ടാവും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറയുന്നത് ഭരണഘടന അനുസരിക്കുക, ഇന്ത്യയുടെ സോവറിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ബ്രദർഹുഡ് എന്ന് വേണ്ടി ഐക്യം, യൂണിറ്റി ആൻഡ് ഹാർമോണിയസ് ബ്രദർഹുഡ് നടപ്പിലാക്കാൻ ശ്രമിക്കുക, പൊതുസ്വത്ത് സംരക്ഷിക്കുക എന്നിവയാണ്. ഇതൊക്കെ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ മനസ്സിലാക്കേണ്ട. ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരമുള്ള കടമകൾ നിറവേറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാകണം. നമ്മുടെ മനസ്സിലതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുകയും വേണം. നിയമനിർമ്മാണത്തിൽ ഇതിന് ഒരു മുഖ്യ ഘടകമായി നമ്മൾ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഡയറക്റ്റീവ് സ്റ്റേറ്റ്സ് ഓഫ് സ്റ്റേറ്റ് പോളിസി, തത്വചിന്തകൾ പാലിക്കേണ്ടത്. എങ്ങനെയായാലും ഒരു രാജ്യത്തിൻ്റെ ഗതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിൽ ചിലത് പറയുകയാണെങ്കിൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, എക്കണോമിക് വെൽത്ത് ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പുവരുത്തുക, എല്ലാവർക്കും നീതി ഉറപ്പുവരുത്തുക, ലീഗലൈഡ് ലഭ്യമാക്കുക എന്നിങ്ങനെ പല ഉന്നത തത്വങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇത്രയും മനസ്സിലാക്കിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നിയമത്തിൽ നിന്ന് നിയമം ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു, നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നു, നമ്മൾ ബുദ്ധിമുട്ടിലാകുമ്പോൾ അതിന് നിവൃത്തി നേടാൻ സഹായിക്കുന്നു. അങ്ങനെ നിയമം നമ്മുടെ ഒരു സുഹൃത്തായി മാറുന്നു. തത്വജ്ഞാനി ഫിലോസഫർ എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ അതിൽ സ്റ്റേറ്റ് തത്വങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ തത്വങ്ങൾ നടപ്പിലാക്കേണ്ടത് ഒരു സ്റ്റേറ്റിൻ്റെ കടമയാണ്. അതിനുള്ള നീതി നിർവഹണത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ പങ്കുചേരേണ്ടതാണ്. അതിനുള്ള നീതി നിർവഹണത്തിൽ നമ്മൾ പങ്കാളികളും ആകേണ്ടതാണ്. ഗൈഡ് എന്ന് പറയുന്നത് ഗൈഡ് വഴികാട്ടി
സമൂഹം നന്മയ്ക്ക് വേണ്ടിയാണ് നിയമം നിലനിൽക്കുന്നത് ആദ്യമേ പറഞ്ഞല്ലോ. നമ്മളെല്ലാം സാമൂഹിക ജീവികളാണ്. സമൂഹത്തിന്റെ നിലനിൽപ്പനുസരിച്ച് നമ്മൾക്കും സമൂഹത്തിൽ എന്ത് വ്യതിയാനങ്ങളും ഉണ്ടാവുന്നു അത് നമ്മളെയും ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ള നിയമത്തിൽ നമ്മൾ എങ്ങനെ പങ്കാളികളാകുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. നിയമനിർമ്മാണത്തിലൂടെ നമ്മുടെ പങ്കാളിത്തം വഹിക്കേണ്ടതാണ്. നിയമം എങ്ങനെയുള്ളതായിരിക്കണം? ഒരു രാജ്യത്തിന്റെ ഘടന, നിയമങ്ങൾ, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരിക്കണം എന്നുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതാണ് നിയമത്തിന്റെ വഴികാട്ടി. അപ്പോൾ ഈ 3 തത്വങ്ങളും നിയമം ഒരു സുഹൃത്താണെന്നുള്ളതും, നിയമം ഒരു തത്വജ്ഞാനിയാണെന്നുള്ളതും, നിയമം ഒരു വഴികാട്ടിയാണെന്നുള്ളതും നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നും കേട്ടതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിയമത്തിൽ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. ഭരണഘടനയിൽ തന്നെ കുട്ടികളുടെ ക്ഷേമത്തെ വിഭാവനം ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിനുള്ള മൗലികാവകാശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആർട്ടിക്കിൾ 39 ഡയറക്റ്റീവ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കുട്ടികൾക്ക് അവസരം ഒരുക്കി കൊടുക്കുക, അവരുടെ സംരക്ഷണം ഉറപ്പാക്കുക. രക്ഷിതാക്കളുടെ കടമയെക്കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. രക്ഷിതാക്കൾക്കും കുട്ടികളോടുള്ള കടമ നിർവഹിക്കുവാൻ ഭരണഘടന അനുശാസിക്കുന്നു. അതുപോലെ തന്നെ വളരെ അധികം കുട്ടികളെ സംബന്ധിക്കുന്ന ഒരു നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്. കുട്ടികൾ കുറ്റം ചെയ്താൽ അവരെ എങ്ങനെ കണക്കാക്കണം, അവർക്ക് നൽകേണ്ട പരിഗണന എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്. പിന്നെ ഉള്ള വേറൊരു നിയമം ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട്. അതുപോലെ തന്നെ ശൈശവ വിവാഹം നിരോധിക്കുന്ന നിയമമാണ് ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട്. ഇതിൽ നിന്ന് തന്നെ ഒരു കുട്ടികളെ വേണ്ടി ഭരണഘടന പ്രത്യേക കാര്യങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത് വ്യക്തമാകുന്നു. ഇത്രയൊക്കെ അവകാശങ്ങളും കടമകളും നിർവഹിക്കുന്ന ഒരു നിയമവ്യവസ്ഥ നമുക്കുണ്ടെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിലാകുന്നതാണ് കാണുന്നത്. അത് നിയമത്തിന്റെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കരുത്. നിയമമല്ല അതിന് കുറ്റക്കാരൻ, നിയമം ഉപയോഗിക്കുന്ന രീതിയിലുള്ള വൈകൃതമാണ് അതിൻ്റെ കാരണം. രസകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഭരണഘടന വിഭാവനം ചെയ്തപ്പോൾ അതിൻ്റെ കർത്താക്കളോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി, ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗുഡ് ഓർ ബാഡ്? അതിനുള്ള മറുപടി വളരെ രസകരമായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഗുഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗുഡ് പീപ്പിൾ ആൻഡ് ബാഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബാഡ് പീപ്പിൾ. അതെല്ലാം പറയുന്ന ഒരു വാചകമാണ്. ഏതൊരു കാര്യവും ആരുടെ കയ്യിൽ കിട്ടുന്നു, അതെങ്ങനെ പ്രയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും അതിൻ്റെ ഉപയോഗവും അതുകൊണ്ടുള്ള പ്രയോജനവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുടെ അടുക്കളയിൽ കത്തി ഉണ്ടല്ലോ. കത്തി
പച്ചക്കറി നുറുക്കാനും ഉപയോഗിക്കാം, അതുപോലെ തന്നെ വേറെ അക്രമങ്ങൾക്കും ഉപയോഗിക്കാം. അതുകൊണ്ട് കത്തി മോശമാണ്, കത്തി ബാൻ ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നിയമവും. നിയമം വിഭാവനം ചെയ്യുന്നത് ഒരു വെൽഫെയർ സൊസൈറ്റിയാണ്. അത് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും അതിൻ്റെ റിസൾട്ട്. അതുകൊണ്ട് നിയമം മോശമായതുകൊണ്ടല്ല കാര്യങ്ങൾ താറുമാറാകുന്ന, ഉപയോഗിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ടും മനസ്സിലാക്കുന്ന വ്യത്യാസം കൊണ്ടും മാത്രമാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നത് നമുക്ക്, അത് നിയമം ഉണ്ടാകുന്നതിന് നമ്മുടെ പങ്ക്, അത് നമ്മുടെ ഡ്യൂട്ടി കാണിക്കുന്നതിനെ കുറിച്ചും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിയമനിർമ്മാണത്തിൽ നമുക്ക് പങ്കില്ല എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. നിയമനിർമ്മാണത്തിൽ നമുക്ക് നല്ലൊരു പങ്കുണ്ട്. നിങ്ങൾ കുട്ടികൾ രാഷ്ട്രത്തിന്റെ ഭാവിയാണ്. നിങ്ങൾ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അത് വേണ്ട വിധത്തിൽ നേരെ മനസ്സിലാക്കി അതിന് പ്രയത്നിച്ചില്ല എങ്കിൽ രാഷ്ട്രത്തിന്റെ ഭാവിയും നിങ്ങളുടെ ഭാവിയും വിഷമഘട്ടത്തിലേക്ക് നീങ്ങുന്ന. കുട്ടികൾ നിയമം പഠിക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ കർത്തവ്യങ്ങളും അവകാശങ്ങളും മനസ്സിലാകുന്നതോടൊപ്പം തന്നെ അവരുടെ കർത്തവ്യങ്ങളെ കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കാനും നിയമം പഠിക്കേണ്ടത് ആവശ്യമാണ്. നിയമം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എന്നതിൽ നിന്ന് നമ്മുടെ എന്ന ചിന്തയിലേക്ക് മാറുന്നു. സമൂഹത്തിന്റെ രക്ഷയ്ക്കും പരിരക്ഷയ്ക്കും സുരക്ഷിതത്തിനും വേണ്ടി പ്രയത്നിക്കാൻ നമ്മൾ ശീലിക്കും. നമ്മുടെ ഔട്ട്ലുക്ക്, നമ്മുടെ ചിന്താഗതി തന്നെ മാറ്റിമറിക്കും നിയമപഠനം കൊണ്ട്. ചിന്താഗതി സെൽഫിൽ നിന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് മാറും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു നിയമം ഉണ്ടാക്കേണ്ടതെന്നും അതിന് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിയമം നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പ്രസൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിയമമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. നിയമത്തിന്റെ നിയമനിർമ്മാണ പ്രക്രിയയിൽ നമുക്കുള്ള പങ്കിനെ കുറിച്ചും ഞാൻ പറഞ്ഞല്ലോ. ഇനി നിയമ പഠനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കാം. നിയമപഠനം പണ്ട് അത്ര വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല. അത് എന്തുകൊണ്ടെന്നാൽ പണ്ടൊക്കെ ഒരു നിയമം നേടിക്കഴിഞ്ഞാൽ ഒരു വക്കീലാവാം എന്നും മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾ ചോദിച്ചാൽ ഞാനൊരു ഡോക്ടറോ എഞ്ചിനീയറോ ആവണം എന്നാണ് സാധാരണ രീതിയിൽ പറയാറുള്ളത്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറി. നിയമത്തിന്റെ പ്രാമുഖ്യം മനസ്സിലാക്കി നിയമത്തിന്റെ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അതിൻ്റെ വലിയ സ്കോപ്പിനെ കുറിച്ച് മനസ്സിലാക്കി പലരും ഇപ്പോൾ നിയമം ഫസ്റ്റ് ഓപ്ഷനായി പഠിക്കാൻ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നിയമ പഠനത്തിലൂടെ നമുക്ക് സമൂഹത്തെ സേവിക്കാൻ സാധിക്കുമെന്നും നിയമ പഠനത്തിലൂടെ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ലഭ്യമാണ്. നിയമ പഠനത്തിലൂടെ വക്കീലാവാം. ഇപ്പോൾ പുതിയ അടുത്ത നിയമം അനുസരിച്ച് നിങ്ങൾ നിയമബിരുദം നേടി എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ജുഡീഷ്യൽ ടെസ്റ്റിന് അപ്പിയർ ചെയ്ത് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. അല്ലെങ്കിൽ വൺ കോർപ്പറേറ്റ് ജയൻസ് നിങ്ങളെ ജോലിക്ക് ക്ഷണിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക്
റിസർച്ചിന് ഓപ്റ്റ് ചെയ്യുക. അങ്ങനെ അനന്തധികം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ നിയമം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിയമപഠനം ഇപ്പോൾ ഒരു വലിയ സ്കോപ്പുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിയമത്തിന് അതിൻ്റെതായ പ്രാധാന്യം കിട്ടിത്തുടങ്ങി. നിയമപഠനത്തിന് അതിൻ്റെതായ പ്രാധാന്യം കിട്ടിത്തുടങ്ങി. ഇന്നും നിയമത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നിയമത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും മറ്റും ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയെന്നും അറിയാൻ കഴിയുന്നതിൽ അതീവ സന്തോഷമുണ്ട്. നിങ്ങൾ കുട്ടികൾ കൂടുതൽ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കി നിയമപഠനം ഒരു വിഷയമായി കണ്ട് അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കൂടാതെ രക്ഷിതാക്കളും ടീച്ചേഴ്സും ഇതിന് വേണ്ടത്ര പ്രചോദനവും പ്രോത്സാഹനവും നൽകണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. സാറിന്റെ ഓരോ വാക്കുകൾ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഒപ്പം ഞങ്ങൾക്കും വളരെയധികം പ്രചോദനാത്മകമായിരുന്നു സർ. നിയമത്തിന്റെ ഓരോ അടിസ്ഥാന കാര്യങ്ങളും വളരെ ലളിതവും ഒപ്പം വിജ്ഞാനപ്രദവുമായ രീതിയിൽ ഞങ്ങൾക്ക് പകർന്നു നൽകിയ സാറിന് CG3 പേരിലും എന്റെ വ്യക്തിപരമായ രീതിയിലും നന്ദി അറിയിക്കുന്നു സർ. അടുത്തതായി നമുക്കൊരു മോട്ടിവേഷൻ സെഷൻ ആണ്. ഇതിനായി കേരള ലോ അക്കാഡമി ലോ കോളേജിന്റെ ഡയറക്ടറും ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ മെമ്പറും കേരള ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെന്റ് ലീഡറുമായ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം സർ. ഹലോ, സർ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. സർ സർ സർ, പ്രിയപ്പെട്ട കൈലാസ്നാഥുള്ള സാർ, കേൾക്കാമല്ലോ സാർ? നന്നായിട്ട് കേൾക്കാം. പ്രിയപ്പെട്ട കൈലാസ്നാഥുള്ള സാർ, ഭാവദാസൻ സാർ, ഏറ്റവും ബഹുമാന്യനായ ഭാവദാസൻ സാർ, സാർ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഏറ്റവും ബഹുമാന്യനായ ഭാവദാസൻ സാർ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, മറ്റു വിശിഷ്ട അതിഥികൾ. ഞാനൊരു ചെറിയ പ്രോഗ്രാമിൽ ഇരിക്കുകയായിരുന്നു, ഇവിടെ ഇന്റർവ്യൂ നടക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ സാറ് ഇത് ക്ലാഷ് ആവും എന്നുള്ളത് അറിഞ്ഞില്ല. ഇന്റർനെറ്റ് പോയിട്ട് പാർവതി, അഡ്വക്കേറ്റ് നാഗരാജൻ ലോഗ് ഔട്ട് ആയോ? സർ കാണുന്നില്ല. കണക്ടിവിറ്റി പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു.
കേൾക്കാമോ സാർ? കേൾക്കാമോ? ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം സാർ. അപ്പോ ഞാൻ ഒരു ചെറിയ ഇതിന്റെ ഇടയിലായി അപ്പോൾ കണക്ഷൻ പോയതാണ്. അപ്പം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റു ബഹുമാനപ്പെട്ടവരെ, ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാര്യം ഞാൻ ഏറ്റവും ആരാധിക്കുന്ന, എൻ്റെ മനസ്സിൽ കണ്ണിൽ കണ്ട ദൈവം എന്ന് പറയുന്ന ഏറ്റവും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഹൈക്കോടതിയിലുള്ള ജസ്റ്റിസ് ഭാവദാസ് സാർ. അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകനെ ഇടയ്ക്കിടെ കാണുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഇത്രയും നല്ലൊരു ജഡ്ജ് കേരള ഹൈക്കോടതിയിൽ വളരെ അപൂർവമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു ജഡ്ജ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതിൽ ഹലോ, കേൾക്കാമോ സാർ? കേൾക്കാം സാർ, അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കുന്ന ജസ്റ്റിസ് ഭാവദാസൻ സാറാണ് ഇന്നുള്ളത്. ഹൈക്കോടതിയിൽ ഏറ്റവും കൂടുതൽ ഇന്നും എല്ലാ അഭിഭാഷകരും യഥാർത്ഥത്തില് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വ്യക്തിയാണ് ഭാവദാസ് സാറ്. നമുക്ക് എല്ലാവർക്കും അത്രയും നല്ലൊരു ജഡ്ജിയെ നിങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് വലിയ സന്തോഷമാണ്. നിങ്ങൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാര്യം ഞങ്ങളുടെയൊക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഒന്നും കൂടെ വീണ്ടും ഞാൻ ഫ്ലാറ്റർ ചെയ്യുന്നതല്ല, സാറിനെ ഫ്ലാറ്റർ ചെയ്യുന്നതല്ല, അത്രയ്ക്ക് ആരാധനയും ഇതുമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ. ഇപ്പോഴും പഴയ റിട്ടയർ ചെയ്ത ജഡ്ജസിനെ കുറിച്ച് പറയുമ്പോൾ, സാറിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ് വക്കീലന്മാർക്ക്. എനിക്ക് മാത്രമല്ല, കോർഡോസിലെല്ലാം തന്നെ ഇത്രയും നല്ലൊരു ജഡ്ജി, അതുപോലെ ജഡ്ജിമാർ ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയ കാര്യമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഈ പരിപാടി പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം മോട്ടിവേഷൻ ഭാഗമായിട്ട് പറയുക. ഇവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഇന്ന് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ലോയാണ്. ഇന്ന് ഇന്ത്യ നിയന്ത്രിക്കുന്നത്, ഏത് രാജ്യവും നിയന്ത്രിക്കുന്നത് ലോയാണ്. അമേരിക്കയിലാണെങ്കിലും, ഏറ്റവും വികസിത രാജ്യമായി നമ്മൾ പറയുന്ന അമേരിക്കയിലാണെങ്കിലും, അതുപോലെ തന്നെ ഇതാണെങ്കിലും ഒക്കെ തന്നെ നിയമത്തിന്റെ പ്രാധാന്യം നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ കഴിയില്ല. ഇവിടെ ഇന്നിപ്പം ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ, ഇന്ന് ഇന്ത്യയിൽ നിയമത്തിന്റെ ഇമ്പോർട്ടൻസ് എവറി ഡേ കൂടിക്കൂടി വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുപ്രീം കോടതിയുടെ റോള് സത്യം പറഞ്ഞാൽ സുപ്രീം കോടതി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. പല കാര്യങ്ങളിൽ ഏറ്റെടുത്ത ആ റോള് ഭയങ്കരമായിട്ട് കൂടി. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നത്, ഏത് പത്രം എടുത്താലും മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ ഫ്രണ്ട് പേജ് ന്യൂസ് ഒരു ലീഗൽ ന്യൂസ് ആയിരിക്കും. ഇപ്പൊ ജഡ്ജസ് ഹൈക്കോർട്ടിലേക്ക് എലിവേറ്റ് ചെയ്യുന്നത് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ന്യൂസാണ്. കേൾക്കാമല്ലോ സാർ? സാർ, ഹെഡ്ലൈൻ ന്യൂസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹൈക്കോടതിയിൽ 4 ജഡ്ജിമാർ വരുന്നു, അത് ഹെഡ്ലൈൻ ന്യൂസ് ആവുന്നു. ഓരോ ദിവസവും അത് വലിയൊരു വാർത്തയായി വരികയാണ്. ആ പ്രാധാന്യം ഇന്ന് ലോയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും അതിൻ്റെ ഇതറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലീഗൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾ ധരിക്കുന്ന എഞ്ചിനീയറിംഗ് ഫീൽഡോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡോ ഒക്കെക്കാളും വളരെയധികം ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നൽകുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സർ, മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ അത് ചില കാര്യങ്ങളിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. ചില ഡോക്ടർ ആവാം, ന്യൂറോ സർജൻ ആവാം, വലിയ ലെവലിലെത്താം തീർച്ചയായിട്ടും. അത് ഡോക്ടറായിട്ട് മെഡിക്കൽ സൈഡിൽ മാത്രമേ കിട്ടൂ. എഞ്ചിനീയർ ആണെങ്കിൽ അതിനും ചില പരിമിതികളുണ്ട്. അത് ടെക്നിക്കൽ സൈഡിലുള്ള കുറേ മേഖലകളുണ്ട്. പക്ഷേ ലോയുടെ സാധ്യതകൾ അനന്തമാണ്. അതിൽ വക്കീലാവുക, ജഡ്ജാവുക എന്നുള്ള 2 കാര്യങ്ങൾ, 2 കോമ്പോണന്റ് മാത്രമേ ആവുന്നു. അതല്ലാതെ ഒരുപാട് അവസരങ്ങളാണ് നൽകുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ, ഇന്ന് എനിക്കൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ഈ ഇന്റർവ്യൂവിന്റെ ഇടയിലായിപ്പോയതുകൊണ്ട് മാത്രമാണ് അതിന് പറ്റാതെ വന്നത്. അല്ലെങ്കിൽ ഒരു പവർ പോയിന്റിൽ കൂടെ തന്നെ ഞാൻ അതൊക്കെ കാണിച്ചിരുന്നു. ഇതിന്റെ അനന്തമായ സാധ്യതകൾ, സ്കൈ ഇസ് ദ ലിമിറ്റ്. ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ മറ്റാർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ പേരും പ്രശസ്തിയും സാമ്പത്തികവും എല്ലാം ഉണ്ടാക്കാൻ കഴിയുന്നു. പക്ഷെ സാമ്പത്തികത്തിന് വേണ്ടി മാത്രം ഇതിലേക്ക് വരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു സോഷ്യൽ സർവീസ് കൂടിയാണ്.
ഇപ്പൊ നോക്കുക, ഏത് ബാങ്ക് എടുത്താലും എത്ര ലോ ഓഫീസേഴ്സ് ആണ് ബാങ്കുകളിലെല്ലാം. ലോ ഓഫീസേഴ്സ്, കോർപ്പറേറ്റ് കമ്പനീസിനെല്ലാം ഡയറക്ടേഴ്സ്, ലീഗൽ ഡയറക്ടേഴ്സ് ഇല്ലാത്ത കോർപ്പറേറ്റ് കമ്പനികളില്ല. കോർപ്പറേറ്റ് ലീഗൽ ഹെഡ്സ് ഉണ്ട് എല്ലായിടത്തും. എല്ലാ ലീഗൽ ഹെഡ്സിനും കോർപ്പറേറ്റ് ഹെഡ്സ് ഉണ്ട്. അല്ല, എല്ലാ കോർപ്പറേറ്റ്സിനും ലീഗൽ ഹെഡ്സ് ഉണ്ട്. അതുപോലെ ലോ ഫോംസ് എന്ന് പറയുന്ന വലിയ വലിയ ഫേംസ്, അമർചന്ദ് മംഗൾദാസ്, അവിടെയൊക്കെ നിങ്ങളെ ഡയറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ അഭിഭാഷകനായി കഴിഞ്ഞ ഉടനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റാർട്ടിങ് സാലറി നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപയാണ് മാസം തരുന്നത്. 1.5-2 ലക്ഷം രൂപ. അവിടുത്തെ ഇക്വിറ്റി പാർട്ട്നേഴ്സിന്റെ ശമ്പളം 30 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയ്ക്കാണ്. അമർചന്ദിന് അവരുടെ ടേൺ ഓവർ, ഒരു വർഷത്തെ ടേൺ ഓവർ 600 കോടിയാണ്, 680 കോടിയാണ്. അമർചന്ദ് മംഗൾദാസിന്റെ 2 ഫേംസ് ഉണ്ട്. ഒരു ബ്രദേഴ്സ് സ്പ്ലിറ്റ് ആയതിനു, ഒന്ന് ഷാർദുൽ അമർചന്ദ് മംഗൾദാസ്, മറ്റൊന്ന് സിറിൽ അമർചന്ദ് മംഗൾദാസ്. ഇവർ രണ്ടുപേരും കൂടെ ടേൺ ഓവർ കൂട്ടിക്കഴിഞ്ഞാൽ 1300 കോടിക്ക് മുകളിൽ, 1400 കോടിക്ക് അടുപ്പിച്ചു. അതുപോലെ തന്നെ ഏറ്റവും അവരെ രണ്ടുപേരെയും കവച്ചു വയ്ക്കുന്ന, ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് അവരെക്കാൾ മുന്നേ കെയ്ത്താൻ ആൻഡ് കമ്പനി. അവർക്ക് ഏകദേശം 670-700 കോടിക്ക് അടുപ്പിച്ചാണ് അവരുടെ. ഇതെല്ലാം 2019 കണക്കാണ് ഞാൻ പറയുന്നത്, കോവിഡിന് മുമ്പുള്ള കണക്കുകളാണ്. അത് കഴിഞ്ഞ് ട്രൈ ലീഗൽ, AZB എന്ന് പറഞ്ഞു ഈ 500 കോടി ക്ലബിൽ തന്നെ ഏകദേശം 10ഓളം ഫേംസ് ഉണ്ട്. 100 കോടി ക്ലബിന് മുകളിൽ എത്രയോ ലോ ഫേംസ് ഉണ്ട്. അവിടെയൊക്കെ ഡയറക്റ്റ് ആക്സസ് നിങ്ങൾക്ക് LLB കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കുക. നാഷണൽ ലോ സ്കൂൾസ് ഉണ്ട്. ഇപ്പം ലോയുടെ അനന്തമായ സാധ്യതകളാണ്. ഏകദേശം 22 നാഷണൽ ലോ സ്കൂൾസ് ഉണ്ട്. ഇവിടെ നിന്നൊക്കെ ക്യാമ്പസ് സെലക്ഷൻ ആണ്. ബാംഗ്ലൂർ നാഷണൽ ലോ സ്കൂളിൽ നിന്ന് പാസ്സാവുന്ന കുട്ടിക്ക് അയാളെ ഇന്ത്യയിൽ കിട്ടുന്നില്ല, അയാളെ കിട്ടുന്നത് നേരെ ബാംഗ്ലൂരിലേക്കാണ് നമ്മുടെ പ്ലേസ്മെന്റ് പോകുന്നത്. ആദ്യം തന്നെ പോകുന്ന പ്ലേസ്മെന്റ് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂർ കമ്പനികളാണ് വരുന്നത്. നൽസാർ, പിന്നെ ടോപ്പിൽ OP ജിൻഡാൽ. പ്രൈവറ്റ് സെക്ടറിൽ എത്രയോ സ്ഥാപനങ്ങൾ. ഇത്തിരി ഫീസ് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. 9 ലക്ഷമാണ് അവിടുത്തെ ഒരു ഫീസ് ഒരു വർഷത്തെ. പക്ഷെ അവിടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമാണ്. അപ്പൊ നിങ്ങളുടെ സാലറി, നിങ്ങൾ ഇത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ലോ ഫേംസിലുള്ള സാലറി, പിന്നെ ലോ ഓഫീസേഴ്സ്, കോർപ്പറേറ്റ് ലീഗൽ ഹെഡ്സ്. ഇപ്പൊ എനിക്കറിയാവുന്ന തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പഠിച്ചവരില് ഒറക്കിളിന്റെ ലീഗൽ ഹെഡ് കൈലാസനാഥുള്ള സാർ പഠിപ്പിച്ച പ്രേം വേലായുധനാണ്, അറിയാലോ. ഒറക്കിളിന്റെ ലീഗൽ ഹെഡ്, വേൾഡ് ലീഗൽ ഹെഡ് സാറ് തന്നെ. കൈലാസ് സാർ പഠിപ്പിച്ച വേറൊരു വിദ്യാർത്ഥിയായ തോമസ് തോപ്പിലാണ് HP-യുടെ ഇന്നത്തെ ഏഷ്യ പസഫിക് എന്ന് പറഞ്ഞാൽ വേൾഡിന്റെ തന്നെ ലീഗൽ ഹെഡ് സിംഗപ്പൂരുള്ളത്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ഹെഡ് അവിടെ ലോ അക്കാഡമി പഠിച്ചാണ് സാർ. പഠിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ കുട്ടി, അയാൾ റിസർവ് ബാങ്കിന്റെ നാഷണൽ ഹെഡാണ്. അങ്ങനെ ഒരുപാട് സാധ്യതയുണ്ട്. പിന്നെ ഏത് ബാങ്കിൽ പോയാലും എനിക്ക് തോന്നുന്നു കൈലാസനാഥ് സാർ പഠിപ്പിച്ച ഒരു 3-4 പിള്ളേരെ ഏത് ബാങ്കിൽ പോയാലും ലോ ഓഫീസേഴ്സ് ആയിട്ടാണ്, ലോ അക്കാഡമി എന്നുള്ളത്. കാര്യം എനിക്കറിയാവുന്നതാണ്. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത്. പിന്നെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആയിട്ടുള്ള പോസിബിലിറ്റി. ജുഡീഷ്യൽ ഓഫീസർ 22ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ജുഡീഷ്യൽ ഓഫീസർ ആവാൻ പറ്റുക. അതെന്ന് പറഞ്ഞാൽ പബ്ലിക് IAS കാരനും IPS ആയാൽ പോലും കിട്ടാത്ത പവറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. IAS കാരനായാലും IPS കാരനായാലും നിങ്ങൾ എന്ത് ചെയ്യണം? രാഷ്ട്രീയക്കാരെ കണ്ടാൽ സല്യൂട്ട് അടിക്കണം, മേലുദ്യോഗസ്ഥരെ കണ്ടാൽ സല്യൂട്ട് അടിക്കണം. അതൊന്നും വേണ്ട. ഒരു മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ആയ മുകളിലുള്ള ഒരാളെ സല്യൂട്ട് അടിക്കേണ്ട. നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ്, മുകളിലുള്ള ഒരാൾക്ക് നിങ്ങളുടെ പേരിൽ പറയാൻ അത്ര ഇൻഡിപെൻഡൻസ് ഉള്ളത് ഒരു മുനിസിപ്പൽ മജിസ്ട്രേറ്റിന് മാത്രമേ. ആ ഒരു ഇത് എന്ന് പറയുന്നത് അധികാരം, ഇതെന്ന് പറയുന്നത് ആ അധികാരം എന്ന് പറയുന്നത് വല്ലാത്ത അധികാരമാണ്. അത് നിങ്ങൾക്ക് 22ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഏത് കളക്ടറെ, ഏത് പോലീസുകാരനെയും, ഏത് IPS കാരനെയും ചിലപ്പോൾ സമ്മൺസ് അയച്ച് വിളിച്ച് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കേണ്ടി വരും. അത്ര അധികാരമാണ്. പബ്ലിക് പവറാണ്. ഒരു രാഷ്ട്രീയക്കാരനും അവിടെ ഇടപെടാൻ പറ്റില്ല. അത്രയും പബ്ലിക് പവർ എക്സൈസ് ചെയ്യണം. അപ്പൊ സാലറിയും ഭയങ്കരമാണ്. പുതിയ കമ്മീഷൻ അനുസരിച്ച് ഏകദേശം 1 ലക്ഷത്തിന് പുതിയ റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ട് ഇപ്പൊ തന്നെ 60,000 70,000 സ്റ്റാർട്ടിംഗ് സാലറിയാണ്. അത് 1 ലാഖിന് മുകളിലോട്ട് പോകാൻ പോകും. അപ്പൊ അനന്തമായ സാധ്യതയാണ്. പിന്നെ ലോയേഴ്സ് കൈലാസനാഥുള്ള സാറിന് അറിയാമല്ലോ. സാറ് തന്നെ വാങ്ങിക്കുന്ന ഫീസ് എന്തായിരിക്കും? ഒന്നിന് തന്നെ ഒരു അപ്പിയറൻസിനൊക്കെ സാറ് 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ വാങ്ങിക്കുന്നവരാണ്. എന്റെ അതേ പ്രായത്തിലുള്ള പലരും എനിക്കറിയാം. കേരള ഹൈക്കോടതിയില്ല, ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ എന്റെ കൂടെയുള്ള ഒരു സീനിയർ അഡ്വക്കേറ്റ് വാങ്ങിക്കുന്നത് ഒരു പോസ്റ്റിന് 10 ലക്ഷം രൂപയാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞു. ആ ലെവലിലെത്താൻ എളുപ്പമല്ല, പക്ഷെ ഇത് വേണം കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള അനന്തമായ സാധ്യതകളാണ്. ഞാൻ വേറൊരു അവസരത്തിൽ PowerPoint പ്രസന്റേഷൻ ചെയ്യാം. ഇതിന്റെ 2019 കണക്ക് വെച്ച് തന്നെ സാറ് തന്നെ ബാക്കി പറഞ്ഞുതരും. രാംജത്ത് മലാനിയും പിന്നെ അതുപോലെ ഹരീഷ് സാൽവെയൊക്കെ ഒരു കേസിൽ മാത്രം 200-300 കോടി രൂപയാണ് ഫീസായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്, ഒറ്റ കേസിൽ. അദ്ദേഹമൊക്കെ ഇപ്പൊ പ്രൈവറ്റ് ജെറ്റിൽ നടക്കുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് വന്ന് അനന്തമായ സാധ്യതകളുള്ള പ്രൊഫഷനാണ്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിത് പറയുന്നതാണെന്ന് മാത്രം വിചാരിക്കരുത്, സത്യമാണ്. അതുകൊണ്ട് വളരെ സാധ്യതകളാണ്. മാത്രമല്ല ഇത് സോഷ്യൽ സർവീസിന് ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്നതാണ്.
പൈസയൊന്നും ഇല്ലാതെ എത്രയോ അഭിഭാഷകർ സോഷ്യൽ സർവീസ് ചെയ്തു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഭാവദാസ് വേദി പങ്കിടാൻ കിട്ടിയ അവസരത്തിൽ സന്തോഷം പറഞ്ഞുകൊണ്ട് സാറിനും കൈലാസനാഥ് സാറിന് അതിനുള്ള വേദി ഒരുക്കിയതിന് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ഇത്രയും നല്ല പ്രചോദനാത്മകമായ വാക്കുകളാൽ ഈ വേദിയെ സമ്പന്നമാക്കിയ താങ്കൾക്ക് ഈ വേദിയുടെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു സർ. അടുത്തത് ഒരു സംവേദനാത്മക സെഷനാണ്. ഇതിൽ കുട്ടികളായ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ദൂരീകരിക്കാം. സോ ഈ സെഷൻ ഹെഡ് ചെയ്യുന്നതിനായി പ്രൊഫസർ ജയശ്രീ മാമിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജയശ്രീ മാം മ്യൂട്ട് ആണേ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വിജയദശമി മാത്രമാണോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത് നിങ്ങളുടെ ദിവസമല്ലേ? വേൾഡ് സ്റ്റുഡൻസ് ഡേ. APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം നമ്മൾ സ്റ്റുഡൻസ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ദിവസത്തിൽ ഒരു ലാമ്പ് പ്രോഗ്രാം നിങ്ങളുടെ സ്കൂളിൽ കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ടോപ്പിക് തന്നെ ടേക്ക് ലോ ആസ് ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത് തന്നെ LLB പാസ്സായതിനു ശേഷമാണ്. നിങ്ങൾക്ക് ഇത്രയും നേരത്തെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം, നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ജസ്റ്റിസ് ഭവദാസൻ സാറ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിയമത്തിന്റെ ഡെഫിനിഷനിൽ തുടങ്ങി അതിന്റെ ആവശ്യകത, നിയമവിഭാഗങ്ങൾ, അതെല്ലാം തന്നെ സിവിൽ ലോസ്, ക്രിമിനൽ ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഞാൻ ഇത്രയും ചുരുങ്ങിയ സമയത്തിൽ പറയാൻ പറ്റൂ എന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അത്രയധികം എല്ലാ കാര്യങ്ങളെയും കുറിച്ചും, അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സ്പെസിഫിക് ആയിട്ട് ആർട്ടിക്കിൾ 21, 21A, നമ്മുടെ 51A ഇതിനെ കുറിച്ച്, പിന്നെ ക്ഷേമം, സുരക്ഷ, ഇങ്ങനെ ഓരോന്നും ഓരോ വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം ആ കറക്റ്റായിട്ട് കൂട്ടിച്ചേർക്കുന്ന സ്ഥലം നമ്മൾ നോക്കണം. ട്രാൻസ്ഫർമേഷൻ ഓഫ് ലോ, എങ്ങനെ നിയമം ഒരു സുഹൃത്തായിട്ട്, ഒരു ഗൈഡായിട്ട്, ഒരു വഴികാട്ടിയായിട്ട്, ഒരു ഫിലോസഫറായിട്ട് മാറുന്നു. ഇത്രയും പറഞ്ഞ് അതിൽ കൊണ്ട് എത്തിച്ച വിധം ശരിക്കും വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ സാറ് പറയുകയുണ്ടായി. അത് ശരിക്കും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ സാർ അവസാനം പറഞ്ഞ ഒന്ന്, ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഗുഡ് ഓർ ബാഡ്? ഗുഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗുഡ് പീപ്പിൾ, ബാഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബാഡ് പീപ്പിൾ. സോ അത് നിങ്ങൾ ഇപ്പൊ ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ്, 3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എപ്പോഴും ഫ്രണ്ട് ആയിരിക്കും, എപ്പോ ഫിലോസഫർ, എപ്പോ ഗൈഡ്. ഓൺലി ടു ഗുഡ് പീപ്പിൾ, നോട്ട് ടു ബാഡ് പീപ്പിൾ. അതുപോലെ നമ്മുടെ നാഗരാജൻ സാറ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുകയുണ്ടായി. റോൾ ഓഫ് ലോ ആസ് എ കൺട്രോളർ. അതുപോലെ തന്നെ സാറ് രണ്ട് വ്യക്തികളുടെ പേര്, പ്രേം വേലായുധൻ, തോമസ് തോപ്പിൽ, അവരെല്ലാം എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഞങ്ങളുടെ കൂടെ പഠിച്ചവരാണ്. ഞങ്ങൾ എല്ലാവരും കൈലാസനാഥ് സാറിന്റെ സ്റ്റുഡൻസ് ആണ്. സോ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നിയമത്തിന്റെ പ്രാധാന്യം, അത് എത്രത്തോളം ഇപ്പോഴൊക്കെ ഹെഡ്ലൈൻസിൽ വരുന്നുണ്ട്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ടു ദ സ്റ്റുഡൻസ് ആസ് എ ലോയർ, ലോ സ്റ്റുഡൻസിന് ലോയറായിട്ടും ജഡ്ജസ് ആയിട്ടും മാത്രമല്ല വളരെയധികം കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ അവസരങ്ങളുണ്ട്. ഇങ്ങനെ വളരെയധികം വിഷയങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുകയുണ്ടായി. ഇപ്പൊ ഞാൻ 1-2 ഐഡിയ മാത്രം നിങ്ങൾക്ക് തരാം, വളരെ ചെറിയത്. ഞാൻ എപ്പോഴും വളരെ ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. അത്ര വലിയ knowledgeable person അല്ല. സോ ഫ്രം certain basic things. ഇപ്പൊ നമുക്ക് ഒരു സിഗ്നലിൽ പോയി നിൽക്കുന്നുണ്ട്. നിങ്ങൾ നടന്ന് പെഡസ്ട്രിയൻ ആയിരിക്കാം, ഓർ നിങ്ങൾ ഏതെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയായിരിക്കാം. അവിടെ എന്തൊക്കെ സുരക്ഷ നമുക്കുണ്ട്? പാർക്കിംഗ് ഏരിയ പറയുന്നു, നോൺ പാർക്കിംഗ് ഏരിയ പറയുന്നു.
അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയെ സ്കൂളിൽ സസ്പെൻഡ് ചെയ്യുന്നു, എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ഒരു അലിഗേഷൻ സസ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ അവിടെ ആ കുട്ടിക്ക് എന്തൊക്കെയാണ് സുരക്ഷയുണ്ട്? നമ്മളൊരു വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ സുരക്ഷയുണ്ട്? അപ്പൊ ഏതൊക്കെ നമ്മൾ വളരെയധികം നമ്മുടെ പാരൻസ് ഒക്കെ എന്തെങ്കിലും വീട് വാങ്ങിക്കാനും വീട് വിൽക്കുകയായിരിക്കും, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ നിറച്ച് ട്രാൻസാക്ഷൻസ്, നിറച്ച് കോൺട്രാക്റ്റിലൊക്കെ നമ്മൾ എൻ്റർ ചെയ്യും. അപ്പൊ ഏതേത് സ്ഥലത്താണ് റോൾ ഓഫ് ലോ നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് വഴികാട്ടിയായിട്ടൊക്കെ ഇരിക്കുന്നത്? അതുപോലെ ഫിലോസഫർ എന്ന് പറയുമ്പോഴത്തേക്കും ലോ ആസ് എ ഫിലോസഫർ ഞാൻ ആലോചിക്കുന്ന ഒരു പോയിന്റ്, ഒന്ന് നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്, വേറെ ഒരെണ്ണം അതിൽ നിന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് വൈൽ പ്രൊട്ടക്ടിങ് അവർ ഓൺ റൈറ്റ്സ്. അതേ സമയത്ത് വി ഹാവ് ടു റെസ്പെക്ട് ദി റൈറ്റ്സ് ഓഫ് അതേഴ്സ് ആൾസോ. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ദ ഫിലോസഫി ബിഹൈൻഡ് ലോ. അപ്പോൾ ഇതിങ്ങനെ എനിക്കറിയാവുന്ന 1-2 കാര്യങ്ങൾ കൂടി ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു. ഇനിയിപ്പം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത് നിങ്ങളുടെ സമയമാണ്. ശരിക്കും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോന്നായിട്ട് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. എത്രയും വളരെ ലളിതമായി ചോദിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എല്ലാവർക്കും അതിനുള്ള അവസരം കിട്ടാനായിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ലളിതമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരെങ്കിലും ഒരാൾ തുടങ്ങുക. ഭവദാസൻ സാർ പറഞ്ഞപ്പോ തന്നെ നിയമത്തിനെ കുറിച്ച് ചോദിച്ചപ്പം വിത്തിൻ സെക്കൻഡ്സ് സുരക്ഷ എന്ന ആൻസർ കേട്ടു. അപ്പൊ തന്നെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായി, ഇന്ററാക്ഷൻ നല്ലപോലെ കാണൂ എന്നുള്ളത്. ഉണ്ടോ? അതേ വിദ്യാർത്ഥിനി ഇപ്പോഴും ഉണ്ടോ? മടിക്കാതെ ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യം ഒരാൾ ചോദിച്ചു തുടങ്ങുന്നതിനാണ് പ്രയാസം. അത് കഴിഞ്ഞാൽ പിന്നെ കേൾക്കാമോ? ഓ, കേൾക്കാം. മാം, എനിക്ക് റീസെന്റ് ആയിട്ട് നടന്നൊരു കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്, അത് ഞാൻ ചോദിക്കാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മുടെ റീസെന്റ് ഉത്ര വധക്കേസ് നടന്നല്ലോ. അപ്പം അതിന്റെ വിധി വന്നു. പ്രതി സൂരജിന് 17 വർഷം തടവും പിന്നെ ഇരട്ട ജീവപര്യന്തവും നൽകി. അപ്പം എല്ലാവരും, പ്രോസിക്യൂഷൻ ഉൾപ്പെടെ എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ് വധശിക്ഷ ലഭിക്കുമെന്ന്. ഈവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അതിൽ എനിക്ക് എൻ്റെ ഒരു കേട്ടറിവില്ല, ഞാൻ ന്യൂസിൽ കേട്ടത് 5-ൽ 4 വകുപ്പിലും വധശിക്ഷ കിട്ടാനുള്ള എല്ലാ ഇതും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം മാം വധശിക്ഷ വേണ്ട, പകരം ജീവപര്യന്തം നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്? ഹർഷിത ഹരി. ഹർഷിത, യെസ് സർ. ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? സർ ഞാനിപ്പോ +2. ജസ്റ്റിസ് ഭവദാസൻ സാർ അതിന് ഉത്തരം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാർ അൺമ്യൂട്ട് ചെയ്യണം. വളരെ നല്ലൊരു ചോദ്യമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. കുട്ടിയുടെ സംശയം ന്യായവും ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു ജഡ്ജായിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും കൺസിഡർ ചെയ്യേണ്ടി വരും. ശിക്ഷ വിധിക്കുമ്പോൾ അയാളുടെ പ്രായം, കുറ്റകൃത്യത്തിൻ്റെ രൂപം, സ്വഭാവം, അയാൾക്ക് റിഫോം ചെയ്യാനുള്ള അവസരം കൊടുക്കുക മുതലായവ നമ്മുടെ വിധിയെ സ്വാധീനിക്കും. ഒരു കുറ്റകൃത്യം ക്രൂരമായ അത് വധശിക്ഷ നൽകുന്നതിന് ഒരു ക്രൈറ്റീരിയൻ പറഞ്ഞിട്ടുള്ളത് റെയറസ്റ്റ് ഓഫ് ദ കേസുകളാണ്. അത്യപൂർവമായ കേസുകളിൽ മാത്രമേ വധശിക്ഷ നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ് സാധാരണഗതിയിൽ നിയമം അനുശാസിക്കുന്നത്. ഇത് ക്രൂരകൃത്യമല്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ക്രൂരകൃത്യമാണ്. പക്ഷെ അയാളുടെ പ്രായം കണക്കിലെടുത്തും അയാൾക്ക് സമൂഹത്തിലേക്ക് തിരിച്ചു വരാനൊരു അവസരം നൽകിയതാണെന്നാണ് എൻ്റെ വിശ്വാസം. കൂടാതെ ഞാൻ വിധി വായിച്ചിട്ടില്ല, അത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലാണ് അത് വിധിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാകുമ്പോൾ വധശിക്ഷ നൽകുന്നത് വളരെ വളരെ അപൂർവ കേസുകളിൽ മാത്രമാണ്. അത്യപൂർവ കേസുകളിൽ മാത്രമേ വധശിക്ഷയ്ക്ക്
കൊടുക്കാവുന്നതാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ക്രൂരമായ ഒരു കൃത്യം തന്നെയാണ്. എല്ലാ ക്രൂരകൃത്യങ്ങളും റയറസ്റ്റ് ഓഫ് ദ റയർ കാറ്റഗറിയിൽ പെടുന്നില്ല. പ്രതിയുടെ നേച്ചർ ഓഫ് ഒഫൻസ്, ഏജ്, manner in which the offense is committed, his chances of reformation, his opportunity for him to reform എന്നിവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ശേഷമാണ് ഒരു കോടതി സെന്റൻസ് പ്രൊനൗൺസ് ചെയ്യുന്നത്. കുറ്റക്കാരാണെന്ന് കണ്ടുകൊണ്ട് ശിക്ഷ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നില്ല. ശിക്ഷയെക്കുറിച്ചും കേട്ട് അയാൾക്ക് പറയാനുള്ളതിന് ശേഷം ശിക്ഷ വിധിക്കുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. പ്രതി കുറ്റക്കാരാണെന്ന് കണ്ട മാസം ഉടൻ തന്നെ ശിക്ഷ വിധിക്കുന്നില്ല. അയാൾക്ക് നൽകാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് ചോദിക്കും, അയാൾ കേൾക്കും. അതിനെക്കുറിച്ച് അപഗ്രഥനം ചെയ്തതിന് ശേഷം ഈ എല്ലാ ഫാക്ടേഴ്സും കണക്കിലെടുത്ത് ആണ് ഒരു കോടതി വരെ ശിക്ഷ വിധിക്കുന്നത്. ഒരുപക്ഷെ അയാളുടെ പ്രായം കണക്കിലെടുത്തും അയാൾക്ക് റിഫോം ചെയ്യാൻ ഒരു ചാൻസ് കൊടുക്കണം കോടതിക്ക് തോന്നിക്കാണാം. അല്ലെങ്കിൽ കോടതി റയറസ്റ്റ് ഓഫ് ദ റയർ കേസസിൽ കരിയറിൽ വരുന്നില്ല എന്നും തോന്നിക്കാണാം. അതുകൊണ്ടായിരിക്കും ശിക്ഷ നൽകാത്തത്. ഒരു ജഡ്ജി ചിന്തിക്കുന്നത് സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന മാതിരിയല്ല. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കണക്കിലെടുക്കേണ്ടതുണ്ട്. അതെല്ലാം കണക്കിലെടുത്തതിന് ശേഷം മാത്രമേ ശിക്ഷ വിധിക്കുകയുള്ളൂ. അത് എല്ലാ പദം നടക്കുന്നതിലും ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകാൻ മുതിരുകയില്ല കോടതി. റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ അതിന് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യപൂർവമായ കേസായിരിക്കണം. ഡയബോളിക് മർഡർ കേസ്, അതിക്രൂരമായും പ്രതി യാതൊരു വിധത്തിലും നിൽക്കുവാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നതും അതുപോലെയുള്ള പൈശാചികമായ ക്രൂരകൃത്യം ചെയ്യുന്നതിനുമാണ് സാധാരണ ക്യാപിറ്റൽ പണിഷ്മെന്റ് അവാർഡ് ചെയ്യാറുള്ളത്. ഇത് ഒരുപക്ഷെ അത് കേസ് കേട്ട ജഡ്ജിക്ക് തോന്നിക്കാണാം കാറ്റഗറിയിൽ പെടുന്നില്ല എന്നും പ്രതിയുടെ പ്രായം പരിഗണിച്ചും അയാൾക്ക് റിഫോം ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്നും തോന്നിക്കാണാമായിരിക്കണം. അതുകൊണ്ടായിരിക്കണം അങ്ങനെ വിധിച്ചതെന്നാണ് എൻ്റെ നിഗമനം. ഏതായാലും തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അപ്പീൽ കോടതി തീരുമാനിക്കട്ടെ എന്നത് ഞാൻ വ്യക്തമാക്കിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്ത ചോദ്യം. ആകെ മാഡം, കുട്ടികൾ ചോദ്യം ചോദിക്കാൻ വളരെ സ്ലോ ആണെന്ന് തോന്നുന്നല്ലോ. കുട്ടികൾ ചോദിച്ചോളൂ, കുഴപ്പമില്ല. അവർക്ക് പേടിയായിരിക്കും സാറേ, പേടിയായിരിക്കും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് പേടിയായിരിക്കും. ചോദിക്കാം. ആഷിഖ് സജു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആഷിഖ്. ഒരു വക്കീലിന്റെ മുഖമുദ്ര ആരെയും പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഹർഷൻ യോഹന്നാൻ ഏത് സ്റ്റാൻഡേർഡിലാണോ പഠിക്കുന്നത്? മ്യൂട്ടാണ്. കൂടുതൽ ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് സൂസൻ ലീന ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആരാണ്? സൂസൻ ലീന. സൂസൻ ലീന ചോദിച്ചാട്ടെ. ഓക്കെ. ബാലദാസൻ സാർ, നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെയാണെങ്കിൽ
സാറേ എനിക്കൊരു സംശയം ചോദിച്ചോട്ടെ? ഓ ചോദിച്ചോ. ഈ ചില കേസുകളിലൊക്കെ ഈ ഹൈക്കോടതി വിധി വരുമ്പോൾ അതിന് നേരെ വിപരീതമായ വിധികൾ അതിന് ഈ അപ്പീൽ കോടതികൾ നടത്താറുണ്ട്. അതായത് ഹൈക്കോടതി ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സൗമ്യ വധക്കേസൊക്കെ, അതൊക്കെ ഹൈക്കോടതി വധശിക്ഷ വിധിച്ച അല്ലെങ്കിൽ വിധിച്ച ആളുകളെയൊക്കെ സുപ്രീം കോടതിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹം അയാളെ പുറത്ത് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെന്താ അങ്ങനെ സംഭവിച്ചില്ല? അത് യാതൊരു തരത്തിലും വളരെ വ്യത്യസ്തമായ വിധികൾ രണ്ട് കോടതികൾ ഒരേപോലെ പുറപ്പെടുവിക്കുന്നതിന്റെ ഒരു സാഹചര്യം എന്തായിരിക്കും? തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി വരുന്നത്. ഒരു നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കോടതിയും ഒരാൾ കുറ്റം ചെയ്തോ ചെയ്തില്ലോ എന്ന് പറയുകയില്ല. വിധിയായി വായിച്ചു നോക്കിയാൽ കാണാവുന്ന തെളിവുകളുടെ തെളിവുകൾ അപഗ്രഹിക്കുമ്പോൾ ഇയാൾ കുറ്റം ചെയ്തതായി കാണുന്നു എന്നോ അല്ലെങ്കിൽ കുറ്റം ചെയ്തതായി തെളിവുകൾ പര്യാപ്തമല്ലെന്നോ കാണുന്നു എന്ന് മാത്രമേ പറയാറുള്ളൂ. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതി പറയാറില്ല. ഈ വ്യത്യസ്ത വിധികൾ വരുന്നത് നിയമത്തിന് വ്യത്യാസമുള്ളത് കൊണ്ടല്ല, തെളിവുകളുടെ അപഗ്രഹിക്കുന്നതിനുള്ള വ്യത്യാസം കൊണ്ടാണ്. ചില തെളിവുകൾ സ്വീകാര്യമല്ലാത്തത് സ്വീകരിക്കുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിക്കുകയോ അല്ലെങ്കിൽ തെളിവുകളുടെ അപ്രിസിയേഷൻ ഓഫ് എവിഡൻസ് വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിധികൾ വരുന്നത്. അത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ ഞാൻ ആളല്ല. അത് ഓരോ ജഡ്ജിയുടെയും മനോധർമ്മം പോലെ ആയിരിക്കും. തെളിവിനെ ആശ്രയിച്ചിരിക്കും. എങ്ങനെ തെളിവിനെ അപഗ്രഹിക്കുന്നു, അനലൈസ് ചെയ്യുന്നു, എങ്ങനെ കാണുന്നു എന്നുള്ളത് വിചാരിക്കും. നിയമത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. നിയമവ്യത്യാസമല്ലാതെ അത് തെളിവ് അപ്രിസിയേഷൻ ചെയ്യുന്നതിനുള്ള വ്യത്യാസത്തിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. സാറേ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോ, അത് ബന്ധപ്പെട്ടല്ല, വേറെ ചോദ്യം കൂടി ചോദിച്ചോട്ടെ? ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? ഓ, ഈ നമ്മുടെ സുപ്രീം കോടതിയിലെ 3 ജഡ്ജിമാരെ ഒരു പത്രസമ്മേളനം നടത്തിയല്ലോ, അതിനെക്കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം എന്താ? അതിനെ ഏത് രീതിയിൽ സാറിനെ കാണും? അതിനെ കുറിച്ച് ശരിയോ തെറ്റെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ജഡ്ജസ് പ്രൊപ്രൈറ്റി എന്ന വിഭാഗത്തിൽ വരുന്നതാണ്. പ്രോപ്പറാണോ അല്ലയോ എന്നുള്ളത് ഞാൻ വിലയിരുത്തേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയുമാണെന്ന് എനിക്ക് അതൊരു അപൂർവ സംഭവമാണ് തോന്നുന്നു, അല്ലേ? അത്യപൂർവമായിട്ട് അങ്ങനെ സംഭവിച്ചത് അല്ലേ? അങ്ങനെ പത്രസമ്മേളനം അല്ലേ? അത് അത്യപൂർവമായ സംഭവമാണ്. അത് ശരിയായിരുന്നു ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഒരു വിലയിരുത്തൽ നടത്തുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ നടത്താനായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ടോ ജഡ്ജസിന്? അങ്ങനെ റൈറ്റ് ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പത്രസമ്മേളനം റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ല എന്നേ പറയുള്ളൂ. പത്രസമ്മേളനം അഭികാമ്യമായ ഒന്നല്ല, ഒരു ജഡ്ജിക്ക് അഭികാമ്യമായ ഒന്നല്ല. അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേറെ വഴികളുണ്ടായിരുന്നു എന്നും എനിക്ക് തോന്നുന്നു. പക്ഷെ അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സന്നിഹിതമായി പറയാൻ ഞാൻ ഒരുക്കമല്ല. അത് ശരിയുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ സാറേ, ഓക്കെ സാർ. കുട്ടികളുടെ ഭാഗത്തു നിന്നോ അധ്യാപകരുടെ ഭാഗത്തു നിന്നോ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നോ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഏഴ് 50 അപ്പോൾ ഇനി നമുക്ക് 10 മിനിറ്റ് കൂടെയാണ് മാക്സിമം ഉള്ളത്. എനിക്ക് തോന്നുന്നു അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറിനെ വഴി ഞങ്ങളോട് ഇതിന് ശേഷം ചോദിക്കാവുന്നതാണ്. പാർവതി. താങ്ക് യു ഓൾ. ഈ ഒരു സെഷൻ വളരെയധികം ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച കുട്ടികൾക്കും ജയശ്രീ മാവിനും ഭവൻദാസ് സാറിനും കൈലാസ് ദാസ് സാറിനും നന്ദി അറിയിക്കുന്നു. അടുത്തതായി നിങ്ങൾ കുട്ടികൾക്കായി CG3യുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ സന്ദേശം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു ചെറിയ വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കാണാം. എല്ലാവർക്കും നമസ്കാരം. CG3യുടെ ലാബ് സെഷനിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് കൈമാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
സാക്ഷരതയിൽ മുൻപന്തിയിലാണ് നമ്മുടെ കേരളം. അതിൽ നാം ഏവരും അഭിമാനിക്കുന്നു. പക്ഷേ നമ്മുടെ സാമൂഹിക അന്തരീക്ഷമോ? വർത്തമാന കാലഘട്ടത്തിലെ ഓരോ സന്ദർഭങ്ങൾ പരിശോധിക്കുമ്പോൾ സ്ത്രീധനം, ലഹരികൾ എന്നിവ സമൂഹ മനസാക്ഷിയെ നശിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണെന്ന് തന്നെ നമുക്ക് പറയാം. ഓരോ സ്ത്രീധന മരണ വാർത്തകളും കടുത്ത വേദനയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇത് സമൂഹത്തിൽ ബാധിക്കുന്ന ഒരു വലിയ രോഗമാണ്. എടുത്തു പറയുകയാണെങ്കിൽ സ്ത്രീധന മരണങ്ങൾ, സ്ത്രീധനത്തിനെ ചൊല്ലിയുള്ള പീഡനങ്ങൾ, ശിശുഹത്യ തുടങ്ങിയവയാണ്. ഇവയെല്ലാം മനുഷ്യാവകാശങ്ങളെ എന്നും കുഴിച്ചുമൂടപ്പെടുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാം. കുട്ടികളെ, സ്ത്രീധനത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ചെറുപ്പവും ശക്തരുമാണ്. നിങ്ങൾക്ക് മാത്രമേ ചിന്തിക്കാനും പോരാടാനും കഴിയൂ. നിങ്ങളുടെ മനസ്സും ശരീരവും ഉപയോഗിച്ച് ഇതിനെതിരെ പോരാടുക. നിങ്ങളാണ് മികച്ച ബുദ്ധിയുടെ ഉടമകൾ. ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യമായ സ്ത്രീധനം ഇല്ലാതാക്കാൻ നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഉപയോഗിക്കുക. അത് സമൂഹത്തോടുള്ള നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ മൗലിക കടമ. എന്താണ് സ്ത്രീധനം? ഒരു പെൺകുട്ടിയെ വിവാഹം നടത്തി വിടുമ്പോൾ നൽകുന്ന പണവും തരവും ആഭരണങ്ങളും മറ്റുമാണ് സ്ത്രീധനം. സ്ത്രീധനത്തിനായുള്ള കൂടുതൽ ആവശ്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു. ഇത് ആഭ്യന്തര സമാധാനം നശിപ്പിക്കുന്നു, ഗാർഹിക പീഡനത്തിന് കാരണമാകുന്നു. ഉപദ്രവം, മുറിവേൽപ്പിക്കൽ, ആത്മഹത്യ, വിവാഹമോചനം, കൊലപാതകം എന്നിങ്ങനെയുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ എത്തിച്ചേരാൻ ഇത് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു പരമ്പരാഗത തിന്മയായ സ്ത്രീധനം ഒരു വിവാഹാലോചനയിൽ നിന്നുമാണ് എന്നും പരിഗണിക്കപ്പെടുന്നത്. പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് പണവും മറ്റു കാര്യങ്ങളും വഴി വരന്റെ പക്ഷത്തെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് സ്ത്രീധനം ലക്ഷ്യമിടുന്നത്. സ്ത്രീധന നിരോധന നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. സ്ത്രീധന നിരോധന നിയമം 1961. ഈ നിയമപ്രകാരം സ്ത്രീധനം വാങ്ങുന്നതും നൽകുന്നതും ഇന്ത്യയിൽ ശിക്ഷാർഹമാണ്. ഗാർഹിക പീഡന നിരോധന നിയമം 2005, ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് 304B, 498A എന്നീ നിയമങ്ങൾ സംരക്ഷണം നൽകുന്നത് സ്ത്രീധന ആവശ്യം കാരണം സ്ത്രീകൾ പലപ്പോഴായി അനുഭവിക്കുന്ന ശാരീരികവുമായും മാനസികമായ ഗാർഹിക പീഡനങ്ങൾക്കെതിരെയാണ്. സ്ത്രീധനത്തിന്റെ കാരണങ്ങളും ഉറവിടങ്ങളും പലതാണ്. അത്യാഗ്രഹം, ലിംഗപരമായ അസമത്വം, വിദ്യാഭ്യാസത്തിന്റെ കുറവ്, സ്ത്രീധന നിരോധന നിയമങ്ങളുടെ കാലതാമസം തുടങ്ങിയവയാണ്. കുട്ടികളെ, നല്ല വരുമാനത്തോടെയും അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാൻ, മികവും മേന്മയുള്ള സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾ സ്വയം പ്രചോദിതരാകണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ ബാധ്യതയുണ്ട് ഇതിനായി. അവ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് നാം കണക്കാക്കേണ്ടത്. ആൺകുട്ടികൾക്ക് തുല്യ അവസരവും തുല്യ പരിഗണനയും തുല്യ നിലവാരമുള്ള വിദ്യാഭ്യാസം തന്നെ പെൺകുട്ടികൾക്കും ലഭിക്കാനും അവകാശമുണ്ട്. അതിനാൽ നിങ്ങളുടെ പഠനവുമായി മുൻപോട്ട് പോയി നിങ്ങളുടെ ഭാവി ഭദ്രമാക്കുക. മാതാപിതാക്കൾ കുട്ടികളെ തുല്യമായി തന്നെ പഠിപ്പിക്കണം. ഒരു വിവേചനവും ഇതിൽ പാടില്ല. ഒരു വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികൾക്കിടയിലും സമനില സൃഷ്ടിക്കാൻ ശ്രമിക്കുക. എല്ലാ മനുഷ്യരും തുല്യരാണെന്നും നന്നായി പെരുമാറാനും നന്നായി സംസാരിക്കാനും മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അത്യാഗ്രഹികളായ വരന്മാരോട് പെൺകുട്ടികൾ നോ തന്നെ പറയണം. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ വളരുകയും പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം പരിഹരിക്കുകയും വേണം. സ്ത്രീധനത്തിനായി അവർ വിലപേശില്ലെന്ന് മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾ ഉറപ്പുവാങ്ങേണ്ടതുണ്ട്. നമ്മുടെ ആൺകുട്ടികൾക്ക് ആത്മവിശ്വാസവും അന്തസ്സുള്ളവരുമായി തന്നെ വളരാൻ ശ്രമിക്കണം. സ്ത്രീധന മരണങ്ങൾ നമ്മുടെ മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിക്കുന്നു. സാമൂഹിക ഘടനയ്ക്ക് യഥാർത്ഥവും ഗണ്യമായ ഭീഷണി തന്നെ ഇത് സൃഷ്ടിക്കുന്നു. കേരളത്തിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കേസുകൾ എണ്ണമറ്റതാണ്. സ്ത്രീധനം എന്ന മഹാവിപത്ത് ദൈവത്തിന്റെ സ്വന്തം നാടിനെ കാർന്നു തിന്നുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കേട്ടതും ചർച്ച ചെയ്തതുമായ കേസുകൾ എന്നും മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നു. ഒരുപക്ഷെ കേൾക്കാനിരിക്കുന്നത് ഇതിലും ഭയാനകമായേക്കാം. നമുക്ക് സ്ത്രീധനം എന്ന മഹാവിപത്തിനോട് പൊരുതി അതിനെ ഇല്ലാതാക്കണം. കുട്ടികളെ, നിങ്ങളുടെ അധ്യാപകരുടെ മാർഗനിർദ്ദേശവും ധാർമ്മിക പിന്തുണയും ഉപയോഗിച്ച് നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് മുറികളിൽ നിന്ന് തന്നെ സ്ത്രീധനത്തിനെതിരായുള്ള പ്രചാരണം ആരംഭിക്കണം. ഇതിനായി ആശംസിച്ചും പ്രത്യാശിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഗായത്രി. സർ, ടെക്നിക്കൽ ടീമിനോട് നന്ദി അറിയിക്കുന്നു. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സിനായിട്ടും അവലോകനത്തിനായും NDPCയുടെ ലോ ഡിപ്പാർട്ട്മെന്റ് മാനേജറും CG3യുടെ അംഗവുമായ സുഭിക്ഷ മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം മാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരിപാടിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദരണീയനായ നമ്മുടെ മുഖ്യാതിഥി റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ ഭവദാസൻ സർ,
നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ച് നടത്തിയ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ സർ, അസിസ്റ്റന്റ് പ്രൊഫസർ ജയശ്രീ മാഡം, CG3യുടെ മുഖ്യ ശില്പിയും ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥനും ആയ സീനിയർ അഭിഭാഷകൻ ശ്രീ കൈലാസ്നാഥ പിള്ള സർ, ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീ ജേക്കബ് സർ, നമുക്ക് സ്വാഗതമോ മാഡം ആകിരാജൻ, ലോകത്തിൽ എല്ലാവർക്കും സുഖം പകരാനായി നമുക്ക് വേണ്ടി ഒരു നല്ല പ്രാർത്ഥനാഗാനം ആലപിച്ച അന്ന, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിത് തുടങ്ങട്ടെ. നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയ ശ്രീ ഭവദാസൻ സാർ നിയമത്തിന്റെ എല്ലാ വശങ്ങളും, എങ്ങനെയാണ് ഒരു നിയമം ഉണ്ടാവുന്നതെന്ന് തുടങ്ങി ആ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന പരിരക്ഷകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തരം നിയമങ്ങളാണ്, എന്തൊക്കെ പരിരക്ഷകളാണ് ഭരണഘടന നമുക്ക് തരുന്നത്, അതിൽ എന്തൊക്കെ റിട്ട് റെമഡീസ് ഉണ്ട്, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ നിയമത്തിന്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാനപ്പോ ആലോചിച്ചത്, എന്റെയൊക്കെ സമയത്ത് ഞാൻ 90കളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്നത്. 90കളിൽ സ്കൂൾ വിദ്യാഭ്യാസം നടക്കുന്ന സമയത്ത് നമുക്ക് നിയമങ്ങളെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഭവദാസൻ സാർ പറഞ്ഞതുപോലെ അന്ന് എല്ലാവർക്കും ആഗ്രഹം ഞങ്ങളുടെ മക്കളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആക്കണം എന്നായിരുന്നു. അതുപോലെ തന്നെ എന്റെ മാതാപിതാക്കളും ആഗ്രഹിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്റെ വീടും ഒരു മെഡിക്കൽ കോളേജിന്റെ പരിസരത്തായതുകൊണ്ട് ഈ നമ്മുടെ മക്കളെയും എന്തെങ്കിലും മെഡിക്കൽ വിഭാഗത്തിലുള്ള എന്തെങ്കിലും ഒക്കെ പഠിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു 5ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് തോന്നി എനിക്ക് അഡ്വക്കേറ്റ് ആവണമെന്ന്. ചെറിയ ചെറിയ കോയിൻസിഡൻസ് ആയിട്ട് ചെറിയ ഇൻസിഡൻസ് ഒക്കെ നടന്നിരുന്നു. അതിൽ എന്നെ ആകർഷിച്ചത് അങ്ങനെ അഡ്വക്കേറ്റ്സിന്റെ അല്ലെങ്കിൽ വക്കീലന്മാരുടെ പണമോ അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നും ആയിരുന്നില്ല. ചില ഫാമിലി ഇൻസിഡൻസിനിടയിൽ വളരെ അനുഭാവപൂർവ്വം പെരുമാറുന്ന ഒരു വക്കീലിനെ ഞാൻ കാണാനുണ്ടായി. ആ വക്കീലിനെ ഞാൻ എൻറോൾ ചെയ്തതിന് ശേഷവും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരുമിച്ച് കോടതികളിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ വളരെ ആരാധനയോടെ നോക്കി നിന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കാര്യം ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല. എന്നെ ഒരു വക്കീലാവാൻ പ്രചോദിപ്പിച്ചത് അദ്ദേഹത്തിന് എന്റെ കുടുംബവുമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഇടപെടലാണ്. അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് ആണ് എനിക്ക് ഒരു 6ാം ക്ലാസ്സിൽ ഞാനൊരു റെസിഡൻഷ്യൽ സമ്പ്രദായത്തിലേക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് മാറിയപ്പോൾ ജവഹർ നവോദയ വിദ്യാലയത്തിലാണ് ഞാൻ 6ാം ക്ലാസ് തൊട്ട് വിദ്യാഭ്യാസം നടത്തിയത്. അപ്പൊ അന്ന് ആദ്യമായിട്ട് വന്ന ഒരു ടീച്ചർ നിങ്ങൾക്ക് ആരാവണം എന്ന് എല്ലാവരോടും ചോദിക്കും. അന്നൊക്കെ അങ്ങനെയാ ചോദിക്കും, വാട്ട് ഇസ് യുവർ അംബീഷൻ എന്ന് ചോദിക്കും. അപ്പൊ എല്ലാവരും എഞ്ചിനീയർ, ഡോക്ടർ, ടീച്ചർ എന്നൊക്കെ പറഞ്ഞപ്പം ഞാനൊരു കുട്ടി മാത്രമാണ് എനിക്കൊരു അഡ്വക്കേറ്റ് ആവണം അല്ലെങ്കിൽ ഒരു വക്കീലാവണം എന്ന് പറഞ്ഞത്. അപ്പൊ എന്നോട് അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ആൻസർ പറഞ്ഞതുകൊണ്ട് അന്ന് എന്നെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ച ഒരു സാർ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് സമൂഹത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഫഷൻ, എന്നാൽ അതേസമയം നമ്മൾക്ക് ഒരു നന്നായ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കാനും പറ്റും. പക്ഷെ നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു എന്ന് ഒരു സാറ്റിസ്ഫാക്ഷനും കൂടെ നൽകുന്ന ഒരു പ്രൊഫഷനാണ് അഡ്വക്കസി. അപ്പൊ അത്ര ചെറുപ്പത്തിൽ ഞാനത് മനസ്സിലാക്കിയത് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് അതാണ്. ഇന്ന് നിങ്ങൾക്ക് അന്നത്തെ കാലത്ത് നമ്മളുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സ്വപ്നമാണ്. ഓരോ ഹീറോ പെന്നയ്ക്ക് വേണ്ടി നമ്മൾ സ്വപ്നം കാണാറുണ്ട്, ഒരു ടൈറ്റൻ വാച്ചിന് വേണ്ടി നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് സ്വപ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാം ഇപ്പൊ CG3 നിങ്ങൾക്ക് വരുന്നു, ഇങ്ങനെ ഒരു നിയമബോധവൽക്കരണ ക്ലാസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നു. പക്ഷെ അന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ അന്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിനെയാണ് CG3 നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ഒരു സീനിയർ അഭിഭാഷകനാണ് നിങ്ങൾക്ക് വേണ്ടി, സുപ്രീം കോടതിയിലെ ഒരു സീനിയർ അഭിഭാഷകനാണ് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഒരുക്കി തന്നിട്ടുള്ളത്. എത്രയോ പേരുടെ ഒരുപാട് ദിവസത്തെ ശ്രമമാണ് ഈ CG3യുടെ ലീഗൽ ലാമ്പ് സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ഒരു 10 കുട്ടികളെങ്കിലും നന്നായിട്ട് എനിക്ക് നിയമം പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ നിയമം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് നിയമം. അപ്പൊ ആ ഒരു പെരുമാറ്റത്തെ നമുക്ക് നിയന്ത്രിക്കാൻ നമുക്ക് മിനിമം ആയിട്ടുള്ള നിയമത്തിനുള്ള അവബോധം നമുക്ക് ഉണ്ടാവണം. ഡോക്ടർ അംബേദ്കർ 1949 ഈ നവംബർ 26 നമ്മുടെ ഭരണഘടന ആദ്യമായിട്ട് നിയമനിർമ്മാണ സമിതി പാസ്സാക്കിയത്. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 49 നവംബർ 26 ഇത് ഔദ്യോഗികമായി പാസ്സാക്കിയപ്പം അംബേദ്കർ പറഞ്ഞു, ഇന്നു മുതൽ
നമ്മൾ ഇതുവരെ നമ്മൾ നമ്മുടെ കുറ്റത്തിനും കുറവിനും ഒക്കെ ബ്രിട്ടീഷുകാരെയായിരുന്നു കുറ്റം പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നു മുതൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇന്നു മുതൽ നമുക്ക് വരുന്ന ഓരോ നിയമ അരാജകത്വത്തിനും നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും കാരണം നാം ഓരോരുത്തരും തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ ഭരണഘടനയിലെ ആദ്യത്തെ വാക്കും. നാം, ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാണ് ആ ഉത്തരവാദിത്വം നമ്മിൽ ഏൽപ്പിച്ച്, അത്രയും ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളോടും ഒപ്പം തന്നെ അതിലും വലിയതായിട്ടുള്ള ഒരു കടമകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ഈ രാഷ്ട്ര വ്യവസ്ഥയെ കെട്ടിപ്പടുക്കുന്നതിൽ ഈ നിയമങ്ങളൊക്കെ അനുസരിച്ച് മറ്റുള്ളവർക്കും ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കേണ്ടതിനുള്ള ഒരു കടമയും നമുക്കുണ്ട്. ഇത്രയും അവകാശങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിന് തുല്യമായിട്ട് തന്നെ നമുക്ക് കടമകളും ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് പറയുന്നതിൽ ഞങ്ങളും നിങ്ങളും നിങ്ങൾ ഓരോരുത്തരും പെടും. അപ്പം മിനിമമായ നിയമ അവബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ പുരോഗതിയിലേക്കും അതുപോലെ തന്നെ ഒരു നിയമവാഴ്ചയുള്ള ഒരു സ്ഥലത്ത് നമ്മൾക്ക് വളരെ ഭംഗിയായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും നിയമം എടുത്ത് പഠിക്കണം എന്ന് മാത്രമല്ല പറയുന്നത്, ഏത് പ്രൊഫഷനിലേക്ക് പോവുകയാണെങ്കിലും നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഉള്ള വളരെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ അത് അറിയിക്കും, നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ അത് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ചോദ്യം, വളരെ നല്ലൊരു ചോദ്യമാണ് നിങ്ങളിലുള്ള ഒരു കുട്ടി തന്നെ ചോദിച്ചത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടി എത്ര നന്നായിട്ടാണ് നമ്മുടെ വാർത്തകൾ ഫോളോ ചെയ്യുന്നത്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരാവധ കേസിന്റെ ഡിസിഷൻ അതിനെ പറ്റിയാണ് ആ കുട്ടി ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിയമങ്ങളും ബേസിക് ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ അറിഞ്ഞു വെക്കണം, നമ്മളത് നന്നായിട്ട് ഫോളോ ചെയ്യണം. അതാണ് CG3യുടെ ഉദ്ദേശം. അത് തന്നെയാണ് ഈ ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള നമ്മള് ബേസിക് ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും അറിഞ്ഞു തന്നെ നമ്മൾ വളരണം. അത് നമ്മളുടെ സമൂഹത്തില് മറ്റുള്ളവരുടെ ജീവിതം സുരക്ഷിതമാക്കാനും നമ്മുടെ തന്നെ ജീവിതം സുരക്ഷിതമാക്കാനും അത് ഉപയോഗിക്കും. അതാണ് ഈ CG3യുടെ ലാംപ് സെഷന്റെയും ഉദ്ദേശം. ഈ ലാംപ് സെഷൻ ഞങ്ങൾക്കായി ഇവിടെ ഒരുക്കി തരാൻ സഹായിച്ച സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് സാറിനും ആദ്യമായി നന്ദി പറയുന്നു. ഇതിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ലാംപ് സെഷനിലെ മുഖ്യ പ്രഭാഷണം നടത്തിയ, നിയമത്തിന്റെ എല്ലാ തലങ്ങളും സ്പർശിച്ചുകൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ ശാന്തമായി കാര്യങ്ങൾ വിശദീകരിച്ച നമ്മുടെ മുഖ്യാതിഥി റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ ഭവദാസൻ സാറിന് ഞാൻ എൻ്റെ പേരിലും CG3യുടെ പേരിലും അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തന്റെ എല്ലാ ഒഫീഷ്യൽ തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് വിദ്യാർത്ഥികൾക്കായി ഒരു മോട്ടിവേഷൻ സെഷൻ ഒരുക്കിയ ഞങ്ങളുടെ CG3 മെമ്പർ അഡ്വക്കേറ്റ് സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ ഹൈക്കോർട്ട് ഓഫ് കേരള അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ സാറിനും ഞാൻ CG3യുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ സെഷൻ ഇവിടെ ഒരുക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച പ്രൊഫസർ ജയശ്രീ മാഡം, സതി മാഡം, ഞങ്ങളുടെ ചീഫ് മെന്ററും CG3യുടെ മുഖ്യ ശില്പിയുമായ ശ്രീ കൈലാസ്നാഥ് പിള്ള സാർ, മറ്റെല്ലാ CG3 കുടുംബാംഗങ്ങൾക്കും സ്കൂളിലെ ഈ സെഷൻ ഇത്രയും വിജയകരമാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും CG3യുടെ പേരിലും എൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഇതോടുകൂടി നമ്മുടെ യോഗത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക്, സമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉപസംഹാരമായി ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും അവരോടും യാത്ര ചോദിക്കാം. വളരെ ബൃഹത്തായ, കോംപ്രിഹെൻസീവ് എന്ന വാക്കിനൊരു അർത്ഥമുണ്ടെങ്കിൽ അതായിരുന്നു ജസ്റ്റിസ് ഭവദാസൻ സാറിൻ്റെ ഇന്നത്തെ പ്രസംഗം. നിയമത്തിൻ്റെയും നിയമവിദ്യാഭ്യാസത്തിൻ്റെയും നീതി നിർവഹണത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും എല്ലാം നാനാവശങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ചുരുങ്ങിയ അളവിൽ ഷേക്സ്പിയർ ഹാംലെറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രിവിറ്റി ഈസ് ദ സോൾ ഓഫ് വിറ്റ്. വിറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ്, അല്ലാതെ നമ്മൾ പറയുന്ന വിറ്റ് പറഞ്ഞു എന്നുള്ളതല്ല. എത്രയും ബ്രീഫായിട്ട്, എത്രയും പങ്ക്ച്വേറ്റഡ് ആയിട്ട് പറഞ്ഞു തന്നു. അതുപോലെ നാഗരാജ് നാരായൺ വളരെയധികം കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ സംസാരിച്ചു. എല്ലാവർക്കും നന്ദി പ്രകടിപ്പിച്ച സുഭിഷ സുഭിഷയ്ക്ക് ഞാൻ CG3യുടെയും ഇവിടെ കൂടിയ എല്ലാവരുടെയും പേരിൽ നന്ദി പ്രകടനം നടത്തുന്നു. എല്ലാവരും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. ഇന്ന് ഈ സദസ്സിൽ ധാരാളം രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും അഭിഭാഷകരും CG3യുടെ
അംഗങ്ങളും ഒക്കെ സന്നിഹിതരായിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഒരു മുതിർന്ന അഭിഭാഷകനും CG3യുടെ ഒരു ഉപദേശക സമിതി അംഗവുമായ ശ്രീമാൻ അഡ്വക്കേറ്റ് ബാബു ജോർജ് സന്നിഹിതനായിട്ടുണ്ട്. അതുപോലെ ഇവിടെ പറയും മുമ്പ് ഒരു വാചകം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് മുതൽ ഈ വിദ്യാലയം സെയിന്റ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ CG3ക്കും കൂടി ഉടമസ്ഥാവകാശമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ CG3യും കാണും. കണക്ടിവിറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യമായ ആശയം. നിങ്ങളുമായി കണക്ട് ചെയ്ത് ഈ സ്കൂളിൻ്റെ എന്താവശ്യത്തിനും സ്കൂളിലെ കുട്ടികളുടെ എന്താവശ്യങ്ങൾക്കും CG3യുടെ പരിമിതമായ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് തുടർന്നും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊള്ളുന്നു. നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും കരിയർ ഗൈഡൻസ്, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ അധികൃതർ വഴി, പ്രിൻസിപ്പൽ സാർ വഴിയും ടീച്ചേഴ്സ് വഴിയും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് പ്രചോദനം നൽകുക, അധ്യാപകർ മാർഗനിർദ്ദേശം നൽകുന്നു. ഈ സ്ഥാപനത്തിനെ നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ സഹപാഠികളോട് കടപ്പാടുണ്ട്, കുടുംബത്തോട് കടപ്പാടുണ്ട്, അധ്യാപകരോട് കടപ്പാടുണ്ട്, സമൂഹത്തോട് കടപ്പാടുണ്ട്. ഞങ്ങൾ ഈ പരിപാടി നടത്തിയത് കൊണ്ട് ഒരു ചെറിയ ഇംപ്രഷൻ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. വളരെയധികം സന്തോഷമുണ്ട്. സെയിന്റ് ബെർണാൻഡ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും നിങ്ങളുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന നാടിനും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് CG3ക്ക് വേണ്ടി നിങ്ങളോട് നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം.